ഇപ്പൊ നമ്മള് സിലബസ് ഡീകോഡിംഗിൽ എത്തി നിൽക്കുകയാണല്ലേ. നമ്മുടെ ഓറിയന്റേഷൻ സെഷന്റെ ആദ്യത്തെ 2 സെഷൻസും കഴിഞ്ഞ് 3 സെഷൻസും കഴിഞ്ഞ് ഇപ്പൊ 4ാമത്തെ സെഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതായത് MA ഹിസ്റ്ററിയുടെ സിലബസ് ഡീകോഡിംഗ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ വർഷം ഫസ്റ്റ് ഇയറിൽ പഠിക്കാൻ പോകുന്ന സബ്ജക്ട്സിന്റെ ഒരു ഓവർവ്യൂ തരിക. എന്തൊക്കെ സബ്ജക്ട്സ് ആണ്, അതിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരു ഓവർവ്യൂ തരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പേ എന്റെ പേര് സുനീറ എന്നാണ്. ഞാനിവിടെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ അക്കാഡമിക് മെന്റർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ സെഷൻ എടുക്കുന്നത് നിങ്ങളുടെ മെന്റർ ആയിട്ടുള്ള അമീന മാം തന്നെയാണ്. അതേപോലെ തന്നെ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ ഹലീമ മാം ഉണ്ട്. അപ്പൊ എല്ലാവരെയും ഞാൻ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. ആൻഡ് നിങ്ങളെ ലേണേഴ്സിനെയും ഈ ഒരു സെഷനിലേക്ക് ഫസ്റ്റ് ടൈം വെൽക്കം ചെയ്യാം. അപ്പൊ ഈ ഒരു സിലബസ് ഡീകോഡിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് നിങ്ങളുടെ കോഴ്സ് കോഡ് മുതൽ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാന്നുള്ളത്. അതായത് നമ്മുടെ MAയുടെ സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പിന്നെ 5 or 6 സബ്ജക്ട്സിലെ 6 സബ്ജക്ട്സുകളൊക്കെയാണ് ഒരു ഇയറിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ ഓരോന്നിന്റെയും ഓരോ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഒരു പ്രോഗ്രാം ആണ് അല്ലെ, MA ഹിസ്റ്ററി എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. അതിനൊരു കോഡ് ഉണ്ട്. അതിന്റെ താഴെ വരുന്ന നിങ്ങൾ പഠിക്കുന്ന ഓരോ സബ്ജക്ട്സിനെയും നമ്മൾ കോഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, കോഴ്സ് എന്നാണ് ഓരോ സബ്ജക്ട്സിനെയും നമ്മൾ പറയുന്നത്. ആ ഓരോ കോഴ്സിനും കോഡ് വെച്ചിട്ടാണ് അറിയപ്പെടുന്നത്. ഈ കോഴ്സ് കോഡുകളുടെ അണ്ടറിൽ ഓരോ കോഴ്സിന്റെയും അല്ലെങ്കിൽ സബ്ജക്റ്റിന്റെയും അണ്ടറിൽ 4 മുതൽ 5 വരെയൊക്കെ ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ചാപ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ അണ്ടറിൽ അതിനെയും സബ് യൂണിറ്റുകളായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഈ ഓരോ കാര്യങ്ങളുമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ലേൺ വൈസ് മെറ്റീരിയൽസ്, നിങ്ങളുടെ പഠനം കുറച്ചുകൂടെ എളുപ്പമാക്കാൻ സഹായിക്കുന്ന നമ്മുടെ ലേൺ വൈസ് മെറ്റീരിയൽസ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ, ഹെൽപ്പ് ബുക്ക്, എക്സാം പീഡിയ, അസൈൻമെന്റ് ഗൈഡ് ബുക്ക്, അതുപോലെ PYQ അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ അസൈൻമെന്റ്സും എക്സാംസും സ്റ്റഡി മറ്റു കാര്യങ്ങളും ഒക്കെ എപ്പോഴാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്, എപ്പോഴാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇതുപോലെയുള്ള കാര്യങ്ങളും അതിന്റെ കൂടെ തന്നെ നമ്മുടെ അഡ്വാൻസ്ഡ് സപ്പോർട്ട് ആയിട്ടുള്ള എക്സാം റിലേറ്റഡ്, മോഡൽ എക്സാം റിലേറ്റഡ്, അതുപോലെ ഹാപ്പിനെസ് അംബാസഡർ, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ തരുന്നതായിരിക്കും. ആൻഡ് ഫൈനലി എല്ലാ സെഷൻസിലും നിങ്ങൾക്ക് തരാറുള്ളത് തന്നെ ഒരു ആക്ഷൻ ടാസ്ക് കൂടെ തരുന്നുണ്ട്. നിർബന്ധമായിട്ടും നിങ്ങൾ അത് ചെയ്തു പോവുക. ഈ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പഠനത്തിലേക്ക് നിങ്ങൾ പഠനത്തിലേക്ക് ഒരു 2 വീക്കിനകം വളരെ ആക്റ്റീവായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റെ മുമ്പേ ഒരു എന്താ പറയാ, മുന്നേ തന്നെ നമ്മൾ കാലം കൂട്ടി നമ്മൾ പ്രിപ്പയർ ആവുക എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഓരോ ആക്ഷൻ ടാസ്കുകളും. നിങ്ങൾ ആ ഒരു രീതിയിൽ മാത്രം കാണുക. നിങ്ങൾ പഠനത്തിലേക്ക് എത്തുന്നതിന് മുന്നേ ആയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം പ്രിപ്പയർഡ് ആയിരിക്കാം. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ആക്ഷൻ ടാസ്കിനെ കാണാനായിട്ട്. ഓക്കെ, അപ്പൊ നിർബന്ധമായിട്ടും അത് ചെയ്യും. അപ്പോൾ ന്യൂ സിലബസിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അമീന മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഓവർ ടു മാം. ഓക്കെ, അപ്പൊ നമ്മളുടെ പ്രോഗ്രാമിന്റെ കോഡ് വരുന്നത്, നമുക്ക് പ്രോഗ്രാം കോഡ് ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയേണ്ടതാണ്. അപ്പൊ നമ്മുടെ MA ഹിസ്റ്ററിയുടെ പ്രോഗ്രാം കോഡ് വരുന്നത് MAHI എന്നാണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. MAHI എന്നാണ് പ്രോഗ്രാം കോഡ് വരുന്നത്. അതുപോലെ നമ്മുടെ ഫസ്റ്റ് ഇയറിൽ നമുക്ക് 6 കോഴ്സസും, അതായത് 6 സബ്ജക്റ്റുകളും, സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ 7 സബ്ജക്റ്റുകളും ആണ് MA ഹിസ്റ്ററിക്ക് വരുന്നത്. ഓക്കെ, നമുക്ക് സിലബസിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ കവർ ചെയ്യേണ്ട സിലബസിനെയാണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇന്നിവിടെ സംസാരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്നത് MHI 101 ആൻഷ്യന്റ് ആൻഡ് മിഡീവൽ സൊസൈറ്റീസ് ആണ് നിങ്ങളുടെ ഫസ്റ്റ് കോഴ്സ് ആയിട്ട് വരുന്നത്. MHI 104 പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഇൻ ഇന്ത്യ ത്രൂ ദ ഏജസ് ആണ് പിന്നീട് വരുന്ന കോഴ്സ്. MHI 105 ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എക്കണോമി ഫസ്റ്റ് ഫ്രം ഏർലിയസ്റ്റ് ടൈം ടു CE 1700. MHI 102 മോഡേൺ വേൾഡ്, അത് മുതലാണ് നമുക്ക് സെക്കൻഡ് സെമസ്റ്റർ. അതായത് ഒരു ഇയറിനെ നമ്മൾ 2 സെമസ്റ്ററുകളായി തിരിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ പഠനത്തിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിരിച്ചേക്കുന്നത്. ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്നതാണ് നമ്മുടെ ഈ 3 കോഴ്സസ്. സെക്കൻഡ് സെമസ്റ്ററിലേക്ക് വരുമ്പോൾ ഇതുപോലെ 3 കോഴ്സസ്. അങ്ങനെ ടോട്ടല് 6 സബ്ജക്റ്റ് ആണ് നമുക്ക് ഉണ്ടാകുന്നത്. അതിൽ സെക്കൻഡ് സെമസ്റ്ററിലേക്ക് വരുമ്പോൾ, അതായത് ഫസ്റ്റ് ഇയറിലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററിലേക്ക് വരുമ്പോൾ MHI 102 മോഡേൺ വേൾഡ്, MHI 106 സോഷ്യൽ സ്ട്രക്ചർ ഇൻ ഇന്ത്യ ത്രൂ ദ ഏജസ്, MHI 107 ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എക്കണോമി 1700 to 2000 വരെയുള്ളത്. ഇനി MH1 101 ഏൻഷ്യന്റ് ആൻഡ് മിഡീവൽ സൊസൈറ്റീസിലെ ഏതൊക്കെ യൂണിറ്റുകളാണെന്ന് നോക്കാം. നമ്മൾ ഈ സബ്ജക്റ്റിനെ യൂണിറ്റുകളായി തിരിച്ചിട്ടുണ്ട്. അതായത് ഓരോ ഹെഡിങ് പോലെ ഓരോ യൂണിറ്റുകളായിട്ട് ഒരു പുസ്തകത്തിനെ ഓരോ യൂണിറ്റുകളായി തിരിച്ചേക്കുന്നത് പോലെ. അപ്പൊ യൂണിറ്റ് 1 വരുന്നത് ഏർലി ഹ്യൂമൻ സൊസൈറ്റീസ് ആണ്.
നമുക്കറിയാം നിങ്ങൾ BA ഹിസ്റ്ററി ഒക്കെ പഠിച്ചു വന്ന ആളുകളാണല്ലോ, തന്നെ വേറെ ഹിസ്റ്ററി ഒക്കെ പഠിച്ചു വരുന്ന ആളുകളായതുകൊണ്ട് MA ഹിസ്റ്ററി ചൂസ് ചെയ്ത ആളുകളായതുകൊണ്ടും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരില്ല. എന്നാലും അറിയാം ഏർലി ഹ്യൂമൻ സൊസൈറ്റീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ തുടക്കം മുതലേ പഠിക്കുന്നത്. അതായത് ഹിസ്റ്ററി എടുത്താൽ ഫസ്റ്റ് നമ്മൾ ഏർലി ഹ്യൂമൻ സൊസൈറ്റീസ് ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. അതിന്റെ സെക്കൻഡ് ഫേസ് ആയിട്ടുള്ള യൂണിറ്റ് 2 ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ 1 ആണ് വരുന്നത്. ആ 1 എന്നാണ് ഉദ്ദേശിക്കുന്നത് ബ്രോൺസ് കണ്ടെത്തിയത് മുതൽ അതിലുണ്ടായ ഡെവലപ്മെന്റ്സ് കാര്യങ്ങളൊക്കെയാണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ 1 ഉപയോഗിക്കുന്നത്. യൂണിറ്റ് 3 വരുമ്പോൾ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ 2 ആണ് വരുന്നത്. അതായത് ബ്രോൺസ് ഏജ് സിവിലൈസേഷന്റെ ഡിക്ലൈന്റെ കാലഘട്ടം അത്തരത്തിലൊക്കെയാണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ 2 വരുന്നത്. യൂണിറ്റ് 4 വരുമ്പോൾ അത് പേർഷ്യൻ എംപയറിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. യൂണിറ്റ് 5 വരുമ്പോൾ ആൻഷ്യന്റ് ഗ്രീസിനെ കുറിച്ചും, യൂണിറ്റ് 6 വരുമ്പോൾ ദ റോമൻ എംപയറിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. യൂണിറ്റ് 7 വരുമ്പോൾ ലാറ്റിൻ അമേരിക്ക, യൂണിറ്റ് 8 വരുമ്പോൾ ആഫ്രിക്കനെ കുറിച്ച് പഠിക്കുന്നു. യൂണിറ്റ് 9 നൊമാഡിക് എംപയേഴ്സിനെ കുറിച്ച് പഠിക്കുന്നു. യൂണിറ്റ് 10 വരുമ്പോൾ ദ ലേറ്റ് റോമൻ വേൾഡിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. യൂണിറ്റ് 11 ദ അറബ് വേൾഡ്, യൂണിറ്റ് 12 ചൈനയാണ് വരുന്നത്. യൂണിറ്റ് 13 വരുമ്പോൾ ഡിബേറ്റ്സ് ഓൺ ഫ്യൂഡലിസം. ഫ്യൂഡലിസത്തിൽ വരുന്ന ഒത്തിരി ഡിബേറ്റുകൾ ഉണ്ട്. അപ്പൊ അത് ഫ്യൂഡലിസം വലിയൊരു ടോപ്പിക്കാണ്. അപ്പൊ അതിന്റെ ഡിബേറ്റ്സുകളെ കുറിച്ചിട്ടാണ് യൂണിറ്റ് 13 നമ്മൾ പറയുന്നത്. യൂണിറ്റ് 14 വരുമ്പോൾ ഫ്യൂഡലിസം തന്നെ ഫോംസ്, സ്ട്രക്ചേഴ്സ് ആൻഡ് ഫേസസ്. അപ്പൊ അതായത് നമ്മൾ ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ അതിലൊരു ചെറിയ ഫോമായിട്ട് നമ്മൾ പഠിച്ചു പോയിട്ടുണ്ടായിരിക്കും. ഫ്യൂഡലിസം എന്താണ് എന്നുള്ളതും അതിന്റെ പല ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ അതിന്റെ ഫേസസും അതിന്റെ സ്വഭാവവും അതിന്റെ മാറ്റങ്ങളെ കുറിച്ചിട്ടും അതിന് പലതരത്തിലുള്ള പേരുകളെ കുറിച്ചിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതാണ് യൂണിറ്റ് 14 വരുമ്പോൾ ഫ്യൂഡലിസത്തിന്റെ ഫോംസ്, സ്ട്രക്ചേഴ്സ് ആൻഡ് ഫേസസിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. യൂണിറ്റ് 15 വരുമ്പോൾ ട്രേഡ് ആൻഡ് ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം. അതായത് സ്വാഭാവികമായിട്ടും ട്രേഡ് വളരുകയും ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം, ഫ്യൂഡലിസത്തിന്റെ ഡിക്ലൈനിലേക്ക് നയിച്ചതിനെ കുറിച്ചിട്ടുമാണ് യൂണിറ്റ് 15 വരുമ്പോൾ നമ്മൾ പഠിക്കുന്നത്. യൂണിറ്റ് 16 വരുമ്പോൾ ഓഷ്യാനിക് ട്രേഡ്, അതായത് ഓഷ്യൻ വഴിയുള്ള ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ട് അടുത്തത് എന്തായിരിക്കും? യൂണിറ്റ് 7 വരുമ്പോൾ ബിസിനസ് കമ്മ്യൂണിറ്റീസ്. നമ്മൾ ഗിൽഡുകളും അങ്ങനെ ഒത്തിരി പഠിച്ചല്ലോ. അപ്പൊ ബിസിനസ് കമ്മ്യൂണിറ്റീസിന്റെ ഡെവലപ്മെന്റ് ആണ് പിന്നീട് വരുന്നത്. നമുക്ക് എല്ലാ ഇതും കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് യൂണിറ്റുകൾ തിരിച്ചേക്കുന്നത്. യൂണിറ്റ് 18 വരുമ്പോൾ കൊമേഴ്ഷ്യൽ പ്രാക്ടീസസിനെ കുറിച്ചിട്ടും, യൂണിറ്റ് 9 വരുമ്പോൾ ക്രാഫ്റ്റ് പ്രൊഡക്ഷനെ കുറിച്ചിട്ടും, യൂണിറ്റ് 20 വരുമ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജീസ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് നോളജിനെ കുറിച്ചിട്ടും നമ്മൾ പഠിക്കുന്നുണ്ട്. ക്രാഫ്റ്റ് പ്രൊഡക്ഷൻസ് ഉണ്ടായി, പിന്നീട് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നമുക്ക് ഉണ്ടായ അറിവുകളെ കുറിച്ചിട്ട് അവിടെ നമ്മൾ ഉണ്ടായിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചിട്ടൊക്കെയാണ് പിന്നീട് നമ്മൾ പഠിക്കുന്നത്. യൂണിറ്റ് 21 വരുമ്പോൾ റിലീജിയസ് എസ്റ്റാബ്ലിഷ്മെന്റ്, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുന്നത് നമുക്ക് യൂണിറ്റ് 21 പഠിക്കാം. യൂണിറ്റ് 22 വരുമ്പോൾ അർബനിസം ആണ് വരുന്നത്. പിന്നീട് അതൊരു നഗരവൽക്കരണമായിട്ട് വളർന്നു വന്നതിനെ കുറിച്ചിട്ടാണ് അർബനിസത്തിൽ പറയുന്നത്. യൂണിറ്റ് 23 വരുമ്പോൾ ടെക്നോളജീസ് ഓഫ് വാർഫെയർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, വാറുകൾ ഉണ്ടാവുകയും അതുപോലെ അതിൽ ഉപയോഗിക്കുന്ന ടെക്നോളജീസിനെ കുറിച്ചിട്ടും നമ്മൾ പഠിക്കുന്നുണ്ട്. യൂണിറ്റ് 24 ട്രാൻസിഷൻ ടു മോഡേൺ വേൾഡ്, മോഡേൺ വേൾഡിലേക്കുള്ള ഒരു യാത്രയാണ് എന്ത് യൂണിറ്റ് 24 നമ്മൾ പറയുന്നത്. ഇനി MHI 102 മോഡേൺ വേൾഡിലേക്ക് വരുമ്പോൾ ഏതാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ യൂണിറ്റ് 1 നമുക്കറിയാം റിനസൻസ് ആൻഡ് ഐഡിയ ഓഫ് ഇൻഡിവിജ്വൽ ആണ്. മോഡേൺ വേൾഡിലേക്ക് വരുമ്പോൾ യൂണിറ്റ് 1 നമ്മൾ പഠിക്കുന്നത് 19ാം നൂറ്റാണ്ടിലെ 17ാം നൂറ്റാണ്ടിൽ തുടക്കം കുറിച്ച നവോത്ഥാനത്തിനെ കുറിച്ച്, റിനസൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. യൂണിറ്റ് 2 വരുമ്പോൾ എൻലൈറ്റ്മെന്റ് ഉണ്ടായതിനെ കുറിച്ച് പഠിക്കുന്നു. യൂണിറ്റ് 3 വരുമ്പോൾ പൊളിറ്റിക്കൽ റവല്യൂഷൻ, അതായത് ഫ്രാൻസിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ട് അവിടെ നിന്നാണല്ലോ തുടക്കം. അപ്പം യൂണിറ്റ് 3 വരുമ്പോൾ പൊളിറ്റിക്കൽ റവല്യൂഷൻ ഇൻ ഫ്രാൻസ്. യൂണിറ്റ് 4 വരുമ്പോൾ തിയറീസ് ഓഫ് ദി സ്റ്റേറ്റ്, സ്റ്റേറ്റിനെ നിർവചിക്കാൻ തുടങ്ങി. എന്താണ് ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ്, അതുപോലെ സ്റ്റേറ്റ് ക്രാഫ്റ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ള രീതിയിലുള്ള തിയറീസ് വരാൻ തുടങ്ങി. അപ്പൊ അതാണ് യൂണിറ്റ് 4 വരുമ്പോൾ നമ്മൾ പഠിക്കുന്നത്. യൂണിറ്റ് 5 വരുമ്പോൾ ബ്യൂറോക്രാറ്റൈസേഷൻ, യൂണിറ്റ് 6 വരുമ്പോൾ ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ്, യൂണിറ്റ് 7 വരുമ്പോൾ മോഡേൺ സ്റ്റേറ്റ് ആൻഡ് വെൽഫെയർ, യൂണിറ്റ് 8 വരുമ്പോൾ നാഷണലിസം, നാഷണലിസത്തിന്റെ ഒരു ആവശ്യകതയിലേക്ക് നമ്മൾ ഉയരുന്നത് യൂണിറ്റ് 8 ഈ ഒരു സ്റ്റേജിലൂടെയാണ് വരുന്നത്. യൂണിറ്റ് 9 വരുമ്പോൾ നമുക്കറിയാം ക്യാപിറ്റലിസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ, യൂണിറ്റ് 10 വരുമ്പോൾ സോഷ്യലിസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ, യൂണിറ്റ് 11 ഇമ്പീരിയലിസം, യൂണിറ്റ് 12 വരുമ്പോൾ പിന്നെ കൊളോണിയലിസം, പിന്നെ യൂണിറ്റ് 13 ഡീകൊളോണൈസേഷൻസ്, അതായത് കൊളോണിയലിസം വന്നു പിന്നെ അതിനുശേഷം തകർച്ചയുണ്ടാവുക. അതാണ് മോഡേൺ വേൾഡിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കുന്നത്. ഇനി യൂണിറ്റ് 14 വരുമ്പോൾ മൈഗ്രേഷൻസ് ആൻഡ് സെറ്റിൽമെന്റ്സ്, മൈഗ്രേഷൻ വരുകയും സെറ്റിൽമെന്റ്സ് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. യൂണിറ്റ് 15 നാഷൻ സ്റ്റേറ്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ വരികയും യൂണിറ്റ് 16 വരുമ്പോൾ ഇന്റർനാഷണൽ റിവൽറീസ് ആൻഡ് 20th സെഞ്ചുറിയിലേക്ക് വരികയും ചെയ്യുന്നു.
യൂണിറ്റ് 17 വരുമ്പോൾ പൊളിറ്റിക്കൽ റവല്യൂഷൻ ഇൻ റഷ്യ. യൂണിറ്റ് 18 സയൻസ് ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ്. യൂണിറ്റ് 19 നോളജ് റവല്യൂഷൻ, പ്രിന്റിംഗ് ആൻഡ് ഇൻഫോർമാറ്റിക്സ്. യൂണിറ്റ് 20 ടെക്നോളജിക്കൽ റവല്യൂഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് മെഡിക്കൽ. യൂണിറ്റ് 21 മോഡേൺ വാർഫെയർ. യൂണിറ്റ് 22 ദ കൊളാപ്സ് ഓഫ് ദ സോവിയറ്റ് യൂണിയൻ. യൂണിറ്റ് 23 ഡെമോഗ്രഫി. യൂണിറ്റ് 24 വരുമ്പോൾ എക്കോളജി. യൂണിറ്റ് 25 കൺസ്യൂമറിസം. യൂണിറ്റ് 26 ഗ്ലോബലൈസേഷൻസ്. അപ്പൊ മോഡേൺ വേൾഡിന്റെ ആൻഷ്യന്റ് ആയിട്ടുള്ള ഒരു സമയം മുതൽ പിന്നീട് മോഡേൺ വേൾഡ് എവിടെ എത്തി നിൽക്കുന്നു, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതിലേക്ക് വരെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് യൂണിറ്റുകളായി തിരിച്ചിട്ട് അവിടെ കൊണ്ടെത്തിക്കുന്നു. എല്ലാതും അങ്ങനെ തന്നെയാണ്. ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ നമുക്ക് ഈ സിലബസ് ഡീകോഡിങ് നിങ്ങളെ വളരെയധികം ഹെൽപ്ഫുൾ ചെയ്യും. അതുപോലെ MHI 104 പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഇൻ ഇന്ത്യ. അതിൽ വരുന്നത് നമ്മൾ നേരത്തെ യൂണിറ്റുകളായി തിരിച്ചെങ്കിൽ ഇത് തീം ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. തീം 1 5 യൂണിറ്റ് ആക്കി തിരിച്ചിട്ടുണ്ട്. തീം 1 എന്താണ്? ഏർലി സ്റ്റേറ്റ് ഫോർമേഷൻ. ഏർലി സ്റ്റേറ്റ് ഫോർമേഷനിലേക്ക് വന്ന സ്റ്റേറ്റ് ഫോർമേഷൻ വരെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യങ്ങളെ കുറിച്ചിട്ടാണ് തീം 1 പറഞ്ഞു പോകുന്നത്. അതിൽ യൂണിറ്റ് 1 പ്രീ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്, അതായത് സ്റ്റേറ്റ് ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്നും സ്റ്റേറ്റിലേക്ക് വരുന്ന ഒരു അവസ്ഥ, അതാണ് യൂണിറ്റ് 1 വരുന്നത്. യൂണിറ്റ് 2 വരുന്നത് ടെറിട്ടോറിയൽ സ്റ്റേറ്റ്സ് ടു എംപയർ. യൂണിറ്റ് 3 വരുമ്പോൾ പൊളിറ്റീസ് ഫ്രം 2nd century BCE to 3rd century CE. യൂണിറ്റ് 4 വരുമ്പോൾ നോൺ മൊണാർക്കിയൽ പൊളിറ്റിക്കൽ ഫോർമേഷൻസ് ഇൻ ആൻഷ്യന്റ് ഇന്ത്യ. യൂണിറ്റ് 5 വരുമ്പോൾ പൊളിറ്റീസ് ഫ്രം 3rd to 6th century CE. എത്രയാണ് ഏർലി സ്റ്റേറ്റ് ഫോർമേഷനിൽ ഫസ്റ്റ് 5 യൂണിറ്റുകളായിട്ട് തീം 1 നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഇനി തീം 2 വരുമ്പോൾ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ 7th to 13th century CE. അത് യൂണിറ്റ് 6 വരുന്നത് ഏർലി മിഡീവൽ പൊളിറ്റീസ് ഇൻ നോർത്ത് ഇന്ത്യ 7th to 13th century CE. യൂണിറ്റ് 7 വരുന്നത് ഏർലി മിഡീവൽ പൊളിറ്റീസ് ഇൻ പെനിൻസുലാർ ഇന്ത്യ 6th to 8th century CE. യൂണിറ്റ് 8 വരുമ്പോൾ ഏർലി മിഡീവൽ പൊളിറ്റീസ് ഇൻ പെനിൻസുലാർ ഇന്ത്യ 8th to 13th century CE. യൂണിറ്റ് 9 പൊളിറ്റീസ് ഇൻ ഹിമാലയൻ റീജിയൻ സെൻട്രൽ ആൻഡ് വെസ്റ്റേൺ ഹിമാലയാസ്. യൂണിറ്റ് 10 വരുന്നത് പൊളിറ്റീസ് ഇൻ ഹിമാലയൻ റീജിയൻ ഈസ്റ്റേൺ ഹിമാലയാസ്. ഇത്രയാണ് 2 തീമിൽ വരുന്നത്. ഇനി തീം 3 വരുമ്പോൾ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. യൂണിറ്റ് 11 ഡൽഹി സുൽത്താനേറ്റ്. യൂണിറ്റ് 12 രജപുത് പൊളിറ്റീസ്. യൂണിറ്റ് 13 പൊളിറ്റീസ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ. യൂണിറ്റ് 14 വിജയനഗര ബാമണി ആൻഡ് അതർ കിങ്ഡംസ്. യൂണിറ്റ് 15 മുഗൾ സ്റ്റേറ്റ്. യൂണിറ്റ് 16 വരുമ്പോൾ മറാത്ത സ്റ്റേറ്റ്. യൂണിറ്റ് 17 വരുമ്പോൾ മറാത്ത അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ. അപ്പോൾ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് ഉണ്ടാവുന്നതിന്റെ തുടക്കം കുറിച്ച ഒരു കാലഘട്ടമാണ് ഈ പറഞ്ഞതുപോലെ സുൽത്താനേറ്റ് മുഗൾ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മൾ മെയിൻ ആയിട്ടും അവിടെ നിന്ന് തുടങ്ങി മറാത്ത അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ വരെയാണ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ എന്നുള്ള തീമിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഇനി തീം 4 വരുമ്പോൾ 18th century സ്റ്റേറ്റ്സ്. യൂണിറ്റ് 18 18th century പൊളിറ്റീസ് 1. യൂണിറ്റ് 19 18th century പൊളിറ്റീസ് 2. അതിന്റെ ഡെവലപ്മെന്റും അതിന്റെ ഡിക്ലൈനും ആണ് ഈ 1 ഉം 2 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഗ്രോത്ത് പീരീഡും അതിന്റെ തുടക്കം ഗ്രോത്ത് പീരീഡും അതിന്റെ ഏറ്റവും ഒരു ഫ്ലറിഷ് ആയിട്ടുള്ള അവസ്ഥയും അതിന്റെ ഡിക്ലൈനിങ് പീരീഡും അതിന്റെ കാരണങ്ങളും ഒക്കെയാണ് ഈ 2 ഇതിലും വരുന്നത്. ഓക്കെ, തീം 5 യൂറോപ്യൻ കമ്പനീസ് കൊളോണിയലൈസേഷൻ ആൻഡ് എംപയർ ആണ് വരുന്നത്. അതിൽ യൂണിറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. യൂണിറ്റ് 20 വരുന്നത് കൊളോണിയൽ പവേഴ്സ്, അതായത് ഏതൊക്കെയാണ് പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച്, അവരെ കുറിച്ചിട്ടാണ് നമ്മൾ യൂണിറ്റ് 20 പഠിക്കുന്നത്. യൂണിറ്റ് 21 വരികയാണെങ്കിൽ ബ്രിട്ടീഷ് കൊളോണിയൽ സ്റ്റേറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. യൂണിറ്റ് 22 പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ കുറിച്ചിട്ടും നമ്മൾ പഠിക്കുന്നു. അതായത് യൂറോപ്യൻ കമ്പനീസിനെ കുറിച്ചിട്ടും കൊളോണിയലിസത്തിനെ കുറിച്ചിട്ടും എംപയർസിനെ കുറിച്ചിട്ടും പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ബ്രിട്ടീഷുകാരും അതേപോലെ അവരുടെ പ്രിൻസ്ലി സ്റ്റേറ്റുകളെ കുറിച്ചിട്ടും കൊളോണിയൽ പവേഴ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി തീം 6 വരുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചേഴ്സ്. യൂണിറ്റ് 23 അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചേഴ്സ് ഇൻ പെനിൻസുലാർ ഇന്ത്യ. യൂണിറ്റ് 24 അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം ഇൻ നോർത്ത് ഇന്ത്യ. യൂണിറ്റ് 25 ലോ ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റം. ഇതാണ് തീം 6 നമുക്ക് വരുന്നത്. തീം 7 വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചേഴ്സ്. യൂണിറ്റ് 26 ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. യൂണിറ്റ് 27 വിജയനഗര ബാമണി ആൻഡ് അതർ കിങ്ഡംസിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നു. യൂണിറ്റ് 28 മുഗൾ എംപയറിനെ കുറിച്ചിട്ടും നമ്മൾ പഠിക്കുന്നു. അതാണ് അത്രയും അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി തീം 8 വരുമ്പോൾ കൊളോണിയലിസം ആൻഡ് എംപയർ ആണ് വരുന്നത്. യൂണിറ്റ് 29 ഐഡിയോളജീസ് ഓഫ് രാജ്. യൂണിറ്റ് 13 വരുമ്പോൾ കൊളോണിയൽ ഗവേണൻസ്.
യൂണിറ്റ് 31 വരുമ്പോൾ കൊളോണിയൽ കൺട്രോൾ ഓഫ് റിസോഴ്സസ്. യൂണിറ്റ് 32 കൊളോണിയൽ ഇന്റർവെൻഷൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് സൊസൈറ്റി. യൂണിറ്റ് 33 നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ അണ്ടർ കൊളോണിയൽ റൂൾ. യൂണിറ്റ് 34 ഇൻഡിപെൻഡൻസ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡെമോക്രാറ്റിക് പൊളിറ്റി. ഇത്രയുമാണ് കൊളോണിയലിസം ആൻഡ് എംപയറിൽ വരുന്നത്. ഇനി MHI 105 ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എക്കണോമി 1 വരുന്നത് തീമുകളായിട്ട് തന്നെയാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. തീം 1 ഹിസ്റ്റോറിയോഗ്രഫി, എൻവയോൺമെന്റ് ആൻഡ് എക്കണോമി. യൂണിറ്റ് 1 വരുന്നത് എക്കണോമിക് ഹിസ്റ്റോറിയോഗ്രഫി ഓഫ് ഏർലി ഇന്ത്യ. യൂണിറ്റ് 2 ഹിസ്റ്റോറിയോഗ്രഫി ഓഫ് മിഡീവൽ എക്കണോമി. യൂണിറ്റ് 3 എൻവയോൺമെന്റൽ സോൺസ് ആൻഡ് ഇന്ത്യൻ എക്കണോമിക് ഹിസ്റ്ററി. ഇത്രയുമാണ് നമ്മൾ ഹിസ്റ്റോറിയോഗ്രഫി, എൻവയോൺമെന്റൽ ആൻഡ് എക്കണോമിയിൽ വരുന്നത്. അതായത് ഹിസ്റ്ററിയുടെ ഹിസ്റ്ററിയിൽ എക്കണോമിക്സ് എങ്ങനെയാണ് വരുന്നത്, അതായത് നമ്മുടെ ഇന്ത്യയുടെ എക്കണോമിക് ഹിസ്റ്ററി എങ്ങനെയാണെന്ന് എഴുതി തുടങ്ങിയത് ഈ ഒരു കാലഘട്ടത്താണ്. അതാണ് മെയിൻ ആയിട്ടും ഇതിൽ വരുന്നത്. ഓക്കെ, ഇനി തീം 2 വരുമ്പോൾ എമർജൻസ് ഓഫ് ഏർലി എക്കണോമിക് സ്ട്രക്ചർ. അത് 2 യൂണിറ്റ് ആയി നമ്മൾ തിരിച്ചിരിക്കുന്നത്. അതായത് എക്കണോമിക് സ്ട്രക്ചർ നമുക്ക് അതുവരെ ഉണ്ടായിരുന്നില്ല, അതെങ്ങനെയാണ് വന്നത് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ നോക്കുന്നത്. യൂണിറ്റ് 4 വരുമ്പോൾ ഒറിജിൻസ് ഓഫ് അഗ്രികൾച്ചർ, ആനിമൽ ഡൊമസ്റ്റിക്കേഷൻ, ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ടു അർബനൈസേഷൻ. യൂണിറ്റ് 5 വരുമ്പോൾ ആർക്കിയോളജി ആൻഡ് ജിയോഗ്രഫി ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് പാസ്റ്ററൽ കമ്മ്യൂണിറ്റീസ് ഓഫ് സബ് കോണ്ടിനെന്റ് ടു മിഡിൽ ഓഫ് ദി ഫസ്റ്റ് മില്ലേനിയം BCE. ഇത്രയാണ് തീം 2 നമ്മൾ വരുന്നത്. തീം 3 കോംപ്ലക്സ് എക്കണോമിക് സ്ട്രക്ചർ. യൂണിറ്റ് 6 കമ്പാരിറ്റീവ് സ്ട്രക്ചേഴ്സ് ഓഫ് എക്കണോമിക്സ് ഇൻ സം ഏർലി സ്റ്റേറ്റ്സ്, മൗര്യ ആൻഡ് കുഷാണ. യൂണിറ്റ് 7 വരുമ്പോൾ കമ്പാരിറ്റീവ് സ്ട്രക്ചേഴ്സ് ഓഫ് എക്കണോമിക്സ് ഇൻ സം ഏർലി സ്റ്റേറ്റ്സ്, ശതവാഹന ആൻഡ് ഗുപ്ത. യൂണിറ്റ് 8 വരുമ്പോൾ പാറ്റേൺസ് ഓഫ് ട്രേഡ്, അർബനൈസേഷൻ ആൻഡ് ലിങ്കേജ് ഇൻ നോർത്ത് ഇന്ത്യ. യൂണിറ്റ് 9 വരുമ്പോൾ പാറ്റേൺസ് ഓഫ് ട്രേഡ്, അർബനൈസേഷൻ ആൻഡ് ലിങ്കേജ് ഇൻ പെനിൻസുലാർ ഇന്ത്യ. അതായത് എക്കണോമിക് സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തത് എന്നുള്ളതാണ് പറയുന്നത്. അതിന് സഹായിച്ചിട്ടുള്ള കിങ്ഡംസ്, അതായത് മൗര്യ ആൻഡ് കുഷാണ, ശതവാഹന ആൻഡ് ഗുപ്ത, അതുപോലെ നോർത്ത് ഇന്ത്യയിലേക്ക് നമുക്ക് വരുന്ന ലിങ്കേജസ്, ഇതൊക്കെ നമ്മുടെ എക്കണോമിക് പാറ്റേൺസിനെ അല്ലെങ്കിൽ എക്കണോമിക് സ്ട്രക്ചറിനെ ഒത്തിരി വളർത്താൻ സഹായിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നാണ് കോംപ്ലക്സ് എക്കണോമിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞ തീമിൽ നമ്മൾ തിരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഹെഡിങ്സ് ആദ്യം വായിക്കുമ്പോൾ അതിനുള്ളിലുള്ള കണ്ടന്റുകൾ, യൂണിറ്റുകൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി MHI 105 തന്നെ തീം 4 വരുന്നത് ഏർലി മിഡീവൽ എക്കണോമിക് ആൻഡ് ഇറ്റ്സ് കണ്ടിന്യൂസ് ആണ്. യൂണിറ്റ് 10 വരുമ്പോൾ ദ ഇന്ത്യൻ ഫ്യൂഡലിസം ഡിബേറ്റ്. യൂണിറ്റ് 11 വരുമ്പോൾ ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ, നോർത്ത് ഇന്ത്യ. യൂണിറ്റ് 12 വരുമ്പോൾ റീജിയണൽ പ്രൊഫൈൽസ് ഓഫ് അഗ്രേറിയൻ സൊസൈറ്റി ആൻഡ് നാച്ചുറൽ സ്ട്രാറ്റിഫിക്കേഷൻ. യൂണിറ്റ് 13 വരുമ്പോൾ ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ, റീജിയണൽ പ്രൊഫൈൽസ് ഓഫ് അഗ്രേറിയൻ സൊസൈറ്റി, നാച്ചുറൽ സ്ട്രാറ്റിഫിക്കേഷൻ, സൗത്ത് ഇന്ത്യ. യൂണിറ്റ് 14 എക്സ്ചേഞ്ച് നെറ്റ്വർക്ക്, ഗിൽഡ്സ്, മെർച്ചന്റ് ലീനിയേജ്, ഐറ്റം ഓഫ് ട്രേഡ്, കൊമേഴ്ഷ്യൽ ടാക്സ്, അർബനൈസേഷൻ ഇൻ നോർത്ത് ഇന്ത്യ. യൂണിറ്റ് 15 വരുമ്പോൾ എക്സ്ചേഞ്ച് നെറ്റ്വർക്ക്, അതായത് ഗിൽഡ് ആൻഡ് മെർച്ചന്റ് ലീനേജ്, ഐറ്റംസ് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്ഷ്യൽ ടാക്സ്, അർബനൈസേഷൻ ഇൻ സൗത്ത് ഇന്ത്യ. ഇത്രയുമാണ് ഏർലി മിഡീവൽ എക്കണോമിക് ആൻഡ് ഇറ്റ് കണ്ടിന്യൂറ്റീസ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഫ്യൂഡലിസത്തിന്റെ ഡിബേറ്റുകൾ, അതുപോലെ ക്രാഫ്റ്റുകളുടെ, അഗ്രികൾച്ചറിന്റെ ഓർഗനൈസേഷൻസ് വരികയും ഗിൽഡുകൾ ഉണ്ടാവുകയും ട്രേഡ്, കൊമേഴ്ഷ്യൽസ് ഉണ്ടാവുകയും അങ്ങനെ ഒരു ഡെവലപ്മെന്റിന്റെ ഒരു ഫ്ലറിഷ്മെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് ഇത് ഏർലി മിഡീവൽ എക്കണോമി ആൻഡ് ഇറ്റ്സ് കണ്ടിന്യൂസ് പറയുന്നത്. നമ്മുടെ സൊസൈറ്റിയിലെ എക്കണോമിക്സ് എത്രത്തോളം ഡെവലപ്മെന്റ് ആയിട്ടുണ്ട്, ഒരു സ്റ്റേറ്റിന് എത്രത്തോളം എക്കണോമിക്സ് ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെയാണ് ഈ പേപ്പറിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. അതാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്ന ഒരു പേപ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി തീം 5 വരികയാണെങ്കിൽ മിഡീവൽ എക്കണോമി, അതായത് നമ്മൾ യൂണിറ്റ് 15 അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, യൂണിറ്റ് 17 അഗ്രേറിയൻ റിലേഷൻസ് ഇൻ നോർത്ത് ഇന്ത്യ, യൂണിറ്റ് 18 അഗ്രേറിയൻ റിലേഷൻസ് ഇൻ ഡെക്കാൻ ആൻഡ് സൗത്ത് ഇന്ത്യ, യൂണിറ്റ് 19 നോൺ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ, യൂണിറ്റ് 20 ഫിസ്ക്കൽ സിസ്റ്റം നോർത്ത് ഇന്ത്യ, യൂണിറ്റ് 21 ഫിസ്ക്കൽ സിസ്റ്റം ഡെക്കാൻ ആൻഡ് സൗത്ത് ഇന്ത്യ. തീം 6 ട്രേഡ്, ടെക്നോളജി ആൻഡ് അർബനൈസേഷൻ. അതിൽ വരുന്നത് യൂണിറ്റ് 22 ഇൻലാൻഡ് ആൻഡ് മാരിടൈം ട്രേഡ് ആണ് വരുന്നത്. ട്രേഡുകളെ കുറിച്ച് ട്രേഡ് ആൻഡ് ടെക്നോളജി ആൻഡ് അർബനൈസേഷൻ ആണ് ഹെഡിങ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ ഉള്ളിൽ ട്രേഡ് ആൻഡ് ടെക്നോളജിയും അർബനൈസേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് വരിക. ആദ്യത്തേത് ഇൻലാൻഡ് ആൻഡ് മാരിടൈം ട്രേഡ് ആണ്. മാരിടൈം അതായത് കടൽ വഴിയും അല്ലാതെയുള്ള ട്രേഡുകൾ നമ്മൾ തുടക്കം കുറിച്ചതും അതിന്റെ ഫ്ലറിഷ്മെന്റ് ആയിട്ടുള്ള കാലഘട്ടത്തെ കുറിച്ച് പറയുന്നു. യൂണിറ്റ് 23 വരുമ്പോൾ ബിസിനസ് പ്രാക്ടീസ് ആൻഡ് മോണിറ്ററി ഹിസ്റ്ററി. അത് കഴിഞ്ഞ് അത് ബിസിനസ് പ്രാക്ടീസിലേക്ക് വരുമ്പോൾ അത് എങ്ങനെയാണ് വരുന്നത് നോക്കുന്നു. യൂണിറ്റ് 24 ടെക്നോളജി ആൻഡ് എക്കണോമി, ടെക്നോളജിയും എക്കണോമിയും എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്നും വളരുന്നതെന്നും നമ്മൾ കാണിക്കുന്നു. യൂണിറ്റ് 25
ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് കാണിക്കുന്നത്. യൂണിറ്റ് 26 അർബൻ സെന്റേഴ്സ് ഇൻ മിഡീവൽ ഇന്ത്യ. മിഡീവൽ ഇന്ത്യയുടെ അർബൻ സെന്റേഴ്സ് വരെയാണ് ഇതിൽ ട്രേഡ് ആൻഡ് ടെക്നോളജി ആൻഡ് അർബനൈസേഷൻ എന്നാണ് തീമിൽ വരുന്നത്. ഇനി തീം 7 വരുമ്പോൾ വുമൺ ആൻഡ് എക്കണോമി ആണ് പറയുന്നത്. യൂണിറ്റ് 27 വുമൺ ആൻഡ് വർക്ക് അപ് ടു സി 1300, അതായത് വുമൺസും അവരുടെ വർക്കുകളെ കുറിച്ചിട്ടുമാണ്, അതായത് 1300 വരെയുള്ള കാലഘട്ടത്തിലെ ആണ് പറയുന്നത്. യൂണിറ്റ് 28 വരുമ്പോൾ വുമൺ ആൻഡ് വർക്ക് ഇൻ സി 1300 ടു 1700 കാലഘട്ടത്തെയാണ് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മളുടെ പേപ്പർ വരുന്നത്. ഇനി MH106 വരുന്നത് എവല്യൂഷൻ ഓഫ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഇൻ ഇന്ത്യ ത്രൂ ദ ഏജസ് ആണ് പറയുന്നത്. ഏതൊക്കെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ എവല്യൂഷൻ ചെയ്തിട്ട് ഈ സോഷ്യൽ സ്ട്രക്ചറിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ആൻഷ്യന്റ് മുതൽ ഈ ഒരു കാലഘട്ടം വരെയുള്ളതാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. തീം 1 ഇൻട്രൊഡക്ഷറി ആണ് വരുന്നത്. യൂണിറ്റ് 1 റീകൺസ്ട്രക്ടിങ് ആൻഷ്യന്റ് സൊസൈറ്റി വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു സോഴ്സസ്. യൂണിറ്റ് 2 ഹണ്ടിങ് ഗാദറിംഗ്, ഏർലി ഫാമിംഗ് സൊസൈറ്റി, പാസ്റ്ററലിസം. ഓക്കെ, യൂണിറ്റ് 3 വരുമ്പോൾ ഹാർപ്പൻ സിവിലൈസേഷൻ ആൻഡ് അതർ ചാൽക്കോലിത്തിക് കൾച്ചേഴ്സ്. അപ്പൊ ഈ ഒരു കാര്യം ഇൻട്രൊഡക്ഷറിൽ നമ്മൾ എങ്ങനെയാണ് ഏജസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആൻഷ്യന്റ് ഏജസിൽ ഏതാണ് വരുന്നത്, ഈ ഒരു കാലഘട്ടമാണ് വരുന്നത് അല്ലെ. ആൻഷ്യന്റ് സൊസൈറ്റിയെ കുറിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്, അതിന്റെ സോഴ്സസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നു. ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ്, അതുപോലെ ഫാമിംഗ് സൊസൈറ്റീസ് വരുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ഹാർപ്പൻ സിവിലൈസേഷൻസിനെ കുറിച്ചിട്ടും അതർ ചാൽക്കോലിത്തിക് കൾച്ചേഴ്സിനെ കുറിച്ചിട്ടുമാണ് ഇൻട്രൊഡക്ഷറി പാർട്ടിൽ ഏജസിന്റെ വരുന്നത്. ഇനി തീം 2 വരുമ്പോൾ കൾച്ചേഴ്സ് ഇൻ ട്രാൻസിഷൻ ആണ് വരുന്നത്. യൂണിറ്റ് 4 വരുമ്പോൾ സൊസൈറ്റീസ് റെപ്രസെന്റഡ് ഇൻ വേദിക് ലിറ്ററേച്ചർ. യൂണിറ്റ് 5 അയൺ ഏജ് കൾച്ചേഴ്സ്. യൂണിറ്റ് 6 സോഷ്യോ റിലീജിയസ് ഫെർമെന്റ് ഇൻ നോർത്ത് ഇന്ത്യ, ബുദ്ധിസം ആൻഡ് ജൈനിസം. യൂണിറ്റ് 7 വരുമ്പോൾ എമർജൻസ് ഓഫ് ബുദ്ധിസ്റ്റ് സെൻട്രൽ ആൻഡ് പെനിൻസുലാർ ഇന്ത്യ. അപ്പോൾ ആദ്യത്തെ ഒരു ഏജ് കഴിഞ്ഞു, പിന്നെ റിലീജിയസ് ആയിട്ടുള്ള കുറെ കാര്യം സിറ്റീസ് ഒക്കെ വരുമ്പോൾ കൾച്ചറൽ ആൻഡ് ട്രാൻസിഷൻസ് ആണ് വരുന്നത്. നമ്മളെ കൾച്ചറിലും ട്രാൻസിഷനിലും മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് എന്ത്, അയൺ ഏജ് കൾച്ചറിന് ശേഷം വരുന്ന സോഷ്യോ റിലീജിയസ് ഫെർമെന്റ് ആൻഡ് നോർത്ത് ഇന്ത്യ, അതായത് ബുദ്ധിസം ജൈനിസം വരുന്നതും അതിനുശേഷം വരുന്ന മാറ്റങ്ങൾ. അപ്പൊ കൾച്ചേഴ്സ് ഇൻ ട്രാൻസിഷൻ ആണ് തീം 2 വരുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഇനി തീം 3 വരുമ്പോൾ ഏർലി ഹിസ്റ്റോറിക് സൊസൈറ്റീസ് 6th century BCE ടു 4th century CE വരെയാണ് പറയുന്നത്. അത് യൂണിറ്റ് 8 വരുമ്പോൾ അർബൻ ക്ലാസസിനെ കുറിച്ചിട്ട്, അതായത് ട്രേഡേഴ്സ്, ആർട്ടിസൻസ്, എക്സ്റ്റൻസ് ഓഫ് അഗ്രികൾച്ചറൽ സെറ്റിൽമെന്റ്സ്, ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് യൂണിറ്റ് 8 നമ്മൾ പറയുന്നത്. യൂണിറ്റ് 9 ചൈത്യാസ്, വിഹാരാസ് ആൻഡ് ദെയർ ഇന്ററാക്ഷൻ വിത്ത് ട്രൈബൽ ഗ്രൂപ്പ്സിനെ കുറിച്ചിട്ട് പറയുന്നത്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ് ഇവർ, അതിനെ കുറിച്ചിട്ട് ഇന്ററാക്ഷൻസിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. യൂണിറ്റ് 10 വരുമ്പോൾ ഏർലി തമിഴ് സൊസൈറ്റിനെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. റീജിയൻസ് ആൻഡ് ദെയർ കൾച്ചേഴ്സ് ആൻഡ് കൾട്ട് ഓഫ് ഹീറോ വർഷിപ്പിനെ കുറിച്ചിട്ട്, അവിടെ മുതൽ ഹീറോ വർഷിപ്പിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. യൂണിറ്റ് 11 വരുമ്പോൾ മാരേജ് ആൻഡ് ഫാമിലി ലൈഫ്, നോഷൻസ്, അൺടച്ചബിലിറ്റി, ചേഞ്ചിങ് പാറ്റേൺസ് ഇൻ വർണ്ണ ആൻഡ് ജാതി. വർണ്ണയിലും ജാതിയിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടും പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും മാരേജ് ലൈഫിനെ കുറിച്ചിട്ടും ഫാമിലി ലൈഫ് തുടങ്ങുന്നതിനെ കുറിച്ചിട്ടും ഒക്കെയാണ് എന്താണ് ഈ സൊസൈറ്റിയുടെ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ യൂണിറ്റ് 11 പഠിക്കുന്നത്. ഓക്കെ, ഇനി MHY 106 എവല്യൂഷൻ ഓഫ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഇൻ ഇന്ത്യ ത്രൂ ദ ഏജസിൽ തന്നെ തീം 4 വരുമ്പോൾ ഏർലി മിഡീവൽ സൊസൈറ്റീസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അത് യൂണിറ്റ് 12 ട്രാൻസിഷൻ ഏർലി മിഡീവൽ സൊസൈറ്റീസ്. യൂണിറ്റ് 13 ദ പ്രോബ്ലം ഓഫ് അർബൻ ഡിക്ലൈൻ, അഗ്രേറിയൻ എക്സ്പാൻഷൻ, ലാൻഡ് ഗ്രാന്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് ഇന്റർമീഡിയറീസ്. യൂണിറ്റ് 14 proliferation and consolidation of caste and jadis. യൂണിറ്റ് 15 റിലീജിയൻ ഇൻ സൊസൈറ്റി വരെയാണ് ഏർലി മിഡീവൽ സൊസൈറ്റീസിൽ നമ്മൾ ഈ തീം 4 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി തീം 5 മിഡീവൽ സൊസൈറ്റി 1 ആണ് കൊടുത്തിരിക്കുന്നത്. യൂണിറ്റ് 16 വില്ലേജ് കമ്മ്യൂണിറ്റിനെ കുറിച്ചിട്ടാണ് മിഡീവൽ സൊസൈറ്റി 1 പറയുന്നത്. യൂണിറ്റ് 17 റൂറൽ സൊസൈറ്റി നോർത്ത് ഇന്ത്യനെ കുറിച്ചിട്ടും യൂണിറ്റ് 18 റൂറൽ സൊസൈറ്റി ഇൻ പെനിൻസുലാർ ഇന്ത്യനെ കുറിച്ചിട്ടുമാണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അതാണ് മിഡീവൽ സൊസൈറ്റി 1 പറയുന്നത്. ഇനി തീം 6 വരുമ്പോൾ മിഡീവൽ സൊസൈറ്റി 2 വരുമ്പോൾ യൂണിറ്റ് 19 ക്ലാൻസ് ആൻഡ് കോൺഫറൻസീസ് ഇൻ വെസ്റ്റേൺ ഇന്ത്യ. യൂണിറ്റ് 20 അർബൻ സോഷ്യൽ ഗ്രൂപ്പ്സ് ഇൻ നോർത്തേൺ ഇന്ത്യ. ഇത്രയുമാണ് തീം 6 വരുന്നത്. യൂണിറ്റ് 21 ചേഞ്ചിങ് സോഷ്യൽ സ്ട്രക്ചർ ഇൻ പെനിൻസുലാർ ഇന്ത്യ. യൂണിറ്റ് 22 സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്. യൂണിറ്റ് 23 ദ 18th century സൊസൈറ്റി ഇൻ ട്രാൻസിഷൻ. അപ്പൊ മിഡീവൽ ഇന്ത്യയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഒരുവിധം മിഡീവൽ ഇന്ത്യനെ നമ്മൾ പല തട്ടുകളായി തിരിച്ചു. മിഡീവൽ ഇന്ത്യനെ നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ ട്രാൻസിഷൻ പീരീഡിൽ കൊണ്ടിട്ട് നമ്മൾ ആ തീം 6 കൊണ്ട് നിർത്തുന്നു. ഇനി തീം 7 വരുമ്പോൾ നമ്മൾ പഠിക്കുന്നത് മോഡേൺ സൊസൈറ്റി ആണ്.
മോഡേൺ സൊസൈറ്റി എങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്? യൂണിറ്റ് 24 പെർസെപ്ഷൻ ഓഫ് ദ ഇന്ത്യൻ സൊസൈറ്റി സ്ട്രക്ചർ ബൈ ദ നാഷണലിസ്റ്റ് ആൻഡ് സോഷ്യൽ റിഫോമേഴ്സ്. യൂണിറ്റ് 25 വരുമ്പോൾ സ്റ്റഡിയിങ് കാസ്റ്റ് ഇൻ ദ ന്യൂ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. ന്യൂ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ കാസ്റ്റുകളെ പഠിക്കാൻ തുടങ്ങി. യൂണിറ്റ് 26 വരുമ്പോൾ പാറ്റേൺ ഓഫ് റൂറൽ അർബൻ മൊബിലിറ്റി, ഓവർസീസ് ആൻഡ് മൈഗ്രേഷൻ. യൂണിറ്റ് 27 സോഷ്യൽ സ്ട്രക്ചർ ഇൻ ദി അർബൻ ആൻഡ് റൂറൽ ഏരിയാസ്. അപ്പോൾ സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ടും മാറ്റങ്ങളെ കുറിച്ചിട്ടും പഠിക്കുന്നത്, അതായത് മോഡേൺ സൊസൈറ്റിനെ കുറിച്ചിട്ട് നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന സൊസൈറ്റിയിൽ നിന്ന് മാറി പുതിയൊരു സൊസൈറ്റിനെ കുറിച്ച് പഠിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എന്തെത്തി? മോഡേൺ സൊസൈറ്റിയിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചു. അപ്പൊ അതാണ് ഈ തീം 7 വരുന്നത്. ഇനി തീം 8 വരുമ്പോൾ സോഷ്യൽ ക്വസ്റ്റ്യൻ അണ്ടർ കൊളോണിയലിസം ആണ്. യൂണിറ്റ് 28 കൊളോണിയൽ ഫോറസ്റ്റ് പോളിസീസ് ആൻഡ് ക്രിമിനൽ ട്രൈബ്സ്. യൂണിറ്റ് 29 ജെൻഡർ ഓർ വുമൻ അണ്ടർ കൊളോണിയലിസം. യൂണിറ്റ് 13 സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ. യൂണിറ്റ് 31 പോപ്പുലർ പ്രൊട്ടസ്റ്റ് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ. യൂണിറ്റ് 32 സ്റ്റഡിയിങ് ട്രൈബ്സ് അണ്ടർ കൊളോണിയലിസം. യൂണിറ്റ് 33 സോഷ്യൽ സ്ട്രക്ചർ ഇൻ ദ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. ഇത്രയുമാണ് സോഷ്യൽ ക്വസ്റ്റ്യൻസ് അണ്ടർ കൊളോണിയലിസത്തിൽ വരുന്നത്. അതായത് കൊളോണിയലിസം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നേരിട്ട പ്രശ്നങ്ങളും അതിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയും അതിനുശേഷം അതിനെ സ്റ്റഡി ചെയ്യുകയും പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാവുകയും ചെയ്ത ഒരു കാലഘട്ടമാണ് തീം 8 നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി MHI 107 വരുമ്പോൾ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എക്കണോമി 2 ആണ് വരുന്നത്. അതിൽ തീം 1 വരുന്നത് ഹിസ്റ്റോറിയോഗ്രഫി ആൻഡ് എക്കണോമി ആണ്. ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, എന്താണ്? ഹിസ്റ്ററി റൈറ്റിങ്ങിനെയാണ് നമ്മൾ ഹിസ്റ്റോറിയോഗ്രഫി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂണിറ്റ് 1 വരുമ്പോൾ 18th സെഞ്ചുറി ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ 18ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ഹിസ്റ്ററി എന്തായിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഹിസ്റ്റോറിയോഗ്രഫിയിൽ യൂണിറ്റ് 1 നമ്മൾ പഠിക്കുന്നത്. യൂണിറ്റ് 2 വരുമ്പോൾ ഹിസ്റ്റോറിയോഗ്രഫി ഓഫ് ദ കൊളോണിയൽ എക്കണോമി. കൊളോണിയൽ എക്കണോമി എങ്ങനെയായിരുന്നു എന്നുള്ളത് പഠിക്കുന്നുണ്ട്. തീം 2 വരുമ്പോൾ ട്രേഡ് ആൻഡ് മാർക്കറ്റ്സ് ആണ് വരുന്നത്. യൂണിറ്റ് 13 മെർച്ചന്റ്സ് ആൻഡ് മാർക്കറ്റ്സ്. 1757 to 1857 വരെയുള്ള നമ്മളുടെ മെർച്ചന്റ്സും മാർക്കറ്റ്സും എങ്ങനെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആൻഡ് 1857 ശേഷം യൂണിറ്റ് 4 വരുമ്പോൾ കൊളോണിയലിസം ആൻഡ് ട്രേഡും കൊളോണിയലിസവും വന്ന ആ ഒരു കാലഘട്ടത്തിലെ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അത് 1857 to 1947 വരെയാണ് വരുന്നത്. ഓക്കെ. തീം 3 ദ റൂറൽ എക്കണോമിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. യൂണിറ്റ് 5 അഗ്രേറിയൻ പോളിസി ആൻഡ് ലാൻഡ് ഗ്രാൻഡ്സ് ഒക്കെ പഠിക്കുന്നത് ഈ ഒരു സമയത്താണ്. അഗ്രേറിയൻ പോളിസിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നതും ഈ ഒരു റൂറൽ എക്കണോമി എന്ന് പറഞ്ഞിട്ടുള്ള തീമിലാണ്. യൂണിറ്റ് 6 വരുമ്പോൾ പാറ്റേൺസ് ഓഫ് കൊമേഴ്ഷ്യലൈസേഷൻസ് ആണ് പഠിക്കുന്നത്. യൂണിറ്റ് 7 ദ ക്വസ്റ്റ്യൻ ഓഫ് അഗ്രേറിയൻ ഗ്രോത്ത് ആൻഡ് സ്റ്റാഗ്നേഷൻ ആണ് പഠിക്കുന്നത്. തീം 4 വരുമ്പോൾ കൊളോണിയൽ എക്കണോമി എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. യൂണിറ്റ് 8 കറൻസി എങ്ങനെയായിരുന്നു എന്നും. യൂണിറ്റ് 9 ഡ്രെയിൻ ഓഫ് വെൽത്ത് ഡിബേറ്റ്. അത് വളരെ ഫേമസ് ആയിട്ടുള്ള നമുക്കറിയില്ല, ദാദാഭായ് നവറോജിയുടെ ഒക്കെ ഡ്രെയിൻ ഓഫ് വെൽത്ത് ഡിബേറ്റ് ഒത്തിരി ആളുകളുണ്ട്. തിയറി കൊണ്ടുവന്നത് ദാദാഭായ് നവറോജിയാണ്. അപ്പൊ ഡ്രെയിൻ ഓഫ് വെൽത്ത് ഡിബേറ്റ് ആണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? യൂണിറ്റ് 9 പഠിക്കുന്നത്. അവിടെ മുതലാണ് നമ്മളുടെ കൊളോണിയലിസത്തിനെ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങിയതെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് യൂണിറ്റ് 9 വരുന്നത്. യൂണിറ്റ് 10 വരുമ്പോൾ കൊളോണിയൽ എക്കണോമി ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട്. കൊളോണിയൽ എക്കണോമി നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ് എന്നാണ് യൂണിറ്റ് 10 നമ്മൾ പഠിക്കുന്നത്. യൂണിറ്റ് 11 വരുമ്പോൾ ഫെമിനിൻസ് ആൻഡ് എപ്പിഡമിക്സ് ആണ് യൂണിറ്റ് 11 നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. ഇനി തീം 5 വരുമ്പോൾ ഫോറസ്റ്റ് ആൻഡ് കോമൺസ്. യൂണിറ്റ് 12 ഫോറസ്റ്റ് ആൻഡ് ട്രൈബൽ സൊസൈറ്റിയും അവരുടെ കാടുകളെ കുറിച്ചിട്ടുമാണ് നമ്മൾ ആരൊക്കെയായിരുന്നു എവിടെയൊക്കെയായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. യൂണിറ്റ് 13 വരുമ്പോൾ ട്രൈബൽ സൊസൈറ്റി ആൻഡ് കൊളോണിയൽ എക്കണോമിയാണ്. ട്രൈബൽ സൊസൈറ്റി അതായത് കാടുകളിൽ ജീവിച്ചിരുന്ന ഈ ആളുകളും നമ്മുടെ കൊളോണിയൽ എക്കണോമിയിലേക്ക് മാറുമ്പോൾ ഉള്ളവരുടെ ബുദ്ധിമുട്ടുകളും വ്യത്യാസങ്ങളും ആണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. തീം 6 വരുമ്പോൾ ഡെമോഗ്രഫി ആൻഡ് എക്കണോമി. യൂണിറ്റ് 14 ഡെമോഗ്രഫിക്കൽ ചേഞ്ചസ് ഇൻ കൊളോണിയൽ ഇന്ത്യ. അതായത് നമ്മളുടെ ഡെമോഗ്രഫിയിൽ തന്നെ വന്നിട്ടുള്ള വ്യത്യാസങ്ങളെ, ഏത് കാലഘട്ടത്തിലെ കൊളോണിയൽ ഇന്ത്യൻ കാലഘട്ടത്തിലെ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ തീം 6 ഒറ്റ യൂണിറ്റിൽ കൊടുത്തേക്കുവാണ് ഡെമോഗ്രഫി ആൻഡ് എക്കണോമി എന്നുള്ള ഒരു തീമിൽ വരുമ്പോൾ ഡെമോഗ്രഫിക്കൽ ചേഞ്ചസ് ഇൻ കൊളോണിയൽ ഇന്ത്യ എന്നാണ് കൊടുത്തേക്കുന്നത്. തീം 7 വരുമ്പോൾ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ, ടെക്നോളജിക്കൽ ചേഞ്ച് ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് വരുന്നത്. അത് യൂണിറ്റ് 15 വരുമ്പോൾ ദ ഡി ഇൻഡസ്ട്രിയലൈസേഷൻ ഡിബേറ്റ്, അതായത് അതിനെക്കുറിച്ചുള്ള ഡിബേറ്റുകൾ വരുന്നുണ്ട്. യൂണിറ്റ് 16 വരുമ്പോൾ പാറ്റേൺസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്.
ടെക്നോളജിക്കൽ ആയിട്ടുള്ള നമ്മളെ ഡെവലപ്മെന്റും കാര്യങ്ങളും വരുമ്പോഴാണ് അവിടെ നമ്മൾ അത്രയും പഠിക്കേണ്ടി വരുന്നത്. യൂണിറ്റ് 17 വരുമ്പോൾ എമർജൻസ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ക്ലാസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. യൂണിറ്റ് 18 ക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ആൻഡ് സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. യൂണിറ്റ് 19 വരുമ്പോൾ ലേബർ ഇൻ കൊളോണിയൽ ഇന്ത്യ അതാണ് പഠിക്കുന്നത്. യൂണിറ്റ് 20 വുമൺ ആൻഡ് വർക്ക്. യൂണിറ്റ് 21 ടെക്നോളജി ആൻഡ് സയൻസ് ആൻഡ് എംപയർ ആണ് വരുന്നത്. അപ്പൊ കൊളോണിയൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള എക്കണോമിക്കലി ആയിട്ടുള്ള എല്ലാ മാറ്റങ്ങളെയും, അതായത് ഏതൊക്കെ രീതിയിൽ, വുമൺസിന്റെ രീതിയിൽ, ലേബേഴ്സിന്റെ രീതിയിൽ, ടെക്നോളജിയുടെ രീതിയിൽ, അതായത് എല്ലാ ക്രാഫ്റ്റിന്റെ രീതിയിൽ, അതൊക്കെ പഠിക്കുന്നതാണ് ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. തീം 7 എന്ന് പറയുന്നത്. തീം 8 വരുമ്പോൾ എക്കണോമി ഓഫ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ യൂണിറ്റ് 22 പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ്. യൂണിറ്റ് 23 ലാൻഡ് ആൻഡ് ടെനൻസി റിഫോംസ്. യൂണിറ്റ് 24 അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രീസ്. യൂണിറ്റ് 25 ഗ്രോത്ത് ഓഫ് മോഡേൺ ബാങ്കിങ് സിസ്റ്റം, നാഷണലൈസേഷൻ ഓഫ് ബാങ്കിങ്. ഇതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ബാങ്കിങ് ഇൻ ഇന്ത്യ. തീം 9 വരുമ്പോൾ ടുവേർഡ്സ് ലിബറലൈസേഷൻ. യൂണിറ്റ് 26 ഗ്ലോബലൈസേഷൻ. യൂണിറ്റ് 27 പൊളിറ്റിക്കൽ എക്കണോമി ഓഫ് ലിബറലൈസേഷൻ ആണ് തീം 9 നമ്മൾ വരുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, നമ്മുടെ ഫസ്റ്റ് ഇയറിലെ നമ്മളുടെ എന്താണ് കോഴ്സസ്, നമ്മളുടെ സബ്ജക്റ്റുകൾ പഠിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം നമ്മൾ ടേം എൻഡ് എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവർക്കും സിലബസ് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി പ്രോഗ്രാം കംപ്ലീഷന് വേണ്ടിയിട്ട് സുനീറ മാമിനെ വിളിക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോ നിങ്ങളുടെ യൂണിറ്റ് അടക്കം അമീന മാം ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് പ്രോഗ്രാം കംപ്ലീഷൻ നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് മെയിൻ ആയിട്ട് 2 കാര്യങ്ങളാണ് വരുന്നത്, അസൈൻമെന്റ്സ് ആൻഡ് ടേം ആൻഡ് എക്സാമിനേഷൻ. അപ്പൊ അസൈൻമെന്റിൽ നിങ്ങൾക്ക് ഉള്ള സബ്ജക്ട്സിന്റെ അത്രയും എല്ലാ സബ്ജക്ട്സിനും ഒരു അസൈൻമെന്റ് വെച്ചിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതിപ്പോ നമ്മൾ ജൂലൈ ബാച്ചുകാരായതുകൊണ്ട് കമ്മിങ് ഏപ്രിൽ ആണ് നമ്മുടെ ഒരു ഡേറ്റ് വരുന്നത്. അതായത് ഏപ്രിൽ 30. അത് ചില സ്റ്റഡി സെന്ററിനനുസരിച്ച് അതിന്റെ ഡേറ്റിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ അത് മാർച്ച് 30 സബ്മിറ്റ് ചെയ്യാൻ പറയും, ചിലപ്പോൾ അത് ഏപ്രിൽ 30 വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും അതിന്റെ ഡേറ്റ്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിലും ചിലപ്പോൾ മാർച്ച് 30 അല്ലെങ്കിൽ ചിലത് ഏപ്രിൽ 30 എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ അസൈൻമെന്റ്സ് പ്രിപ്പയർ ചെയ്യാം. ഈ അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ സിലബസിന്റെ അകത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും, പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നല്ല, അകത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. ഇത് നമുക്ക് ഓൾറെഡി ഒരു ഗൈഡ് ബുക്ക് ഒക്കെ നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് സ്വന്തമായിട്ടുള്ള ഒരു രീതിയിൽ എഴുതുക എന്നുള്ളതാണ് അസൈൻമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ അസൈൻമെന്റ് നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ ഡ്യൂ ഡേറ്റിന് മുന്നേ ആയിട്ട് സബ്മിറ്റ് ചെയ്യണം. നമ്മുടെ സ്റ്റഡി സെന്ററിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇത് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ വർഷത്തെ എക്സാം എഴുതാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ ജൂലൈ ബാച്ച് ആയതുകൊണ്ട് ഏപ്രിലിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജൂണിലെ എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാ അസൈൻമെന്റ്സും ഒരു ഡിസ്ക്രിപ്റ്റീവ് കാറ്റഗറി ക്വസ്റ്റ്യൻസും അതേപോലെ ഷോർട്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസും ഇൻവോൾവ് ചെയ്തിട്ടുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ സ്റ്റഡി സെന്റർ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ മാത്രം കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഒരു മിനിമം പാസ് മാർക്ക് MA കാരായതുകൊണ്ട് 40% ആണ് നമ്മുടെ പാസ് മാർക്ക്. അത് ടേം ആൻഡ് എക്സാമിനേഷൻ ആണെങ്കിലും അസൈൻമെന്റ് ആണെങ്കിലും 40% ആണ് പാസ് മാർക്ക് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ അസൈൻമെന്റിൽ പാസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നെക്സ്റ്റ് ടൈം അഥവാ നമ്മൾ പാസ് ആയിട്ടില്ല അല്ലെങ്കിൽ അഥവാ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈമിൽ നമ്മൾ ആ സമയത്ത് വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, ആ സമയത്ത് റിലീസ് ചെയ്തിട്ടുള്ള പുതിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് ആണ് ഡ്യൂ ഡേറ്റിന് മുന്നേ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ അസൈൻമെന്റിന്റെ ഒരു കാര്യം. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ടേം ആൻഡ് എക്സാമിനേഷൻ ആണ്. അസൈൻമെന്റ് കഴിഞ്ഞാൽ ജൂണിലായിരിക്കും നമ്മുടെ എക്സാമിനേഷൻസ് വരുന്നുണ്ടാവും. അത് ഏകദേശം ഒരു 2 മാസം മുമ്പേക്ക് അതിന്റെ രജിസ്ട്രേഷൻ പോർട്ടൽ ഓപ്പൺ ആവും. അപ്പൊ നമ്മൾ അമീന മാം നിങ്ങളെ ഇൻഫോം ചെയ്യും. പോർട്ടൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇൻഫോം ചെയ്യും. ആ സമയത്ത് ലിങ്ക് ഉണ്ടാവും, ലിങ്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇവിടുന്ന് സപ്പോർട്ട് ഉണ്ടാവും. പക്ഷെ ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മുടെ എക്സാമിനുള്ള രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. അതായത് എത്ര പെട്ടെന്ന് നമ്മൾ നമ്മുടെ എക്സാം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നോ നമുക്ക് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള സ്റ്റഡി സെന്റർ അല്ല എക്സാം സെന്റർ നമുക്ക് കിട്ടും. ഇനി ലേറ്റ് ആവും തോറും ഈ എക്സാം സെന്റേഴ്സിന്റെ സീറ്റ് അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് പിന്നെ അവർ ഏതാണോ തരുന്നത് അവിടെ പോയി എക്സാം എഴുതേണ്ടി വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാം. അപ്പൊ ജൂണിൽ എക്സാം ആണെങ്കിൽ ഏകദേശം ഒരു
മാർച്ച് മാസം തൊട്ട് തന്നെ നമ്മുടെ എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് ലിങ്ക് ഓപ്പൺ ആവുന്ന സമയത്ത് തന്നെ മാം നിങ്ങളെ ഇൻഫോം ചെയ്യും. ആ സമയത്ത് എത്രയും പെട്ടെന്ന് നിങ്ങൾ എഴുതുക. ഇതിലും സെയിം ഓരോ സബ്ജക്റ്റിനും മിനിമം 40% മാർക്കാണ് നമുക്ക് വരുന്നത്. അത് ഒരു 100 മാർക്കിലാണെന്നുണ്ടെങ്കിൽ 40 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യും. അതിനനുസരിച്ച് ഇപ്പൊ 100 മാർക്കിലാണെങ്കിൽ 3 മണിക്കൂറാണ് നമ്മുടെ ടൈം, 50 മാർക്കിലാണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂറാണ് ടൈം. ഓക്കെ, ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ നമ്മൾ എക്സാം എഴുതാന്നുള്ളതാണ്. നിങ്ങൾക്ക് മോഡൽ എക്സാംസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. ആ സമയം ഒന്നുകൂടെ ക്ലിയർ ആയിക്കോളും. ഓക്കെ, ഇതാണ് നമ്മൾ എക്സാമിനേഷന്റെ ഒരു രീതി. അപ്പം ഇത് രണ്ടുമാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്, അതായത് അസൈൻമെന്റും എക്സാമും. ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അതായത് MA കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ പോകുന്ന സമയത്ത് ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് മാർക്ക് വരുന്നത്, അഥവാ നമ്മുടെ ഗ്രേഡ് കാർഡ് അപ്ഡേറ്റ് ആവുന്നുണ്ടാവും. അതായത് അസൈൻമെന്റിന്റെ 30%, അസൈൻമെന്റിൽ നമുക്കിപ്പോ ഒരു 70 മാർക്ക്, 100ൽ ഒരു 70 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഈ 70ന്റെ 30%, ടേം ആൻഡ് എക്സാമിനേഷൻ ഇപ്പൊ 100ൽ നമുക്കൊരു 60 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ 70% കൂടെ ആഡ് ഓൺ ചെയ്തിട്ടാണ് ഫൈനൽ റിസൾട്ട് വരുന്നത്. അപ്പൊ നമുക്ക് അസൈൻമെന്റിൽ അത്ര ചെറുതാക്കി കാണരുത്. നമുക്ക് എത്ര വേണേലും വർക്ക് ചെയ്തിട്ട് നമുക്ക് എത്ര വേണേലും നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അസൈൻമെന്റ്, അല്ലെ? അപ്പൊ അതിൽ മാക്സിമം സ്കോർ ചെയ്യുക, അത് നമ്മുടെ ഇന്റേണൽ മാർക്കാണ്. അത് ആ ഒരു ഓർമ്മയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും വൃത്തിയിൽ അത് എഴുതി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ 30+70 എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് തിയറി കോഴ്സസിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ലേൺ വൈസിന്റെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് അമീന മാം പറഞ്ഞു തന്നു, ഓരോരോ സബ്ജക്റ്റിനും ബ്ലോക്ക് ഉണ്ട്, അതിന് അണ്ടറിൽ യൂണിറ്റ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ ലേൺ വൈസ് ആപ്പിൽ നിങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് വരുന്ന നിങ്ങളുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. അതായത് പ്രീ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ക്ലാസ്സുകളായിരിക്കും ആദ്യം ഉണ്ടാവും. അതിന് ശേഷമാണ്, അതിന് പുറമെയാണ്, നിങ്ങൾക്ക് ക്ലാസ്സുകൾക്ക് പുറമെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്. ഇപ്പോൾ ഒരു 3 മാസമൊക്കെ സമയം കഴിഞ്ഞിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പൊ അതുവരെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് SLM അഥവാ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് ഇഗ്നോർ ടെക്സ്റ്റ് ബുക്കിന്റെ സോഫ്റ്റ് കോപ്പി അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ നോക്കുക. അതിന്റെ കൂടെ തന്നെ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ വാല്യൂ ആഡഡ് നോട്ട്സ്, VAN നോട്ട്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. ലേൺ വൈസിന്റെ എക്സ്ക്ലൂസീവ് നോട്ട്സ് ആണ്. ഓരോ റെക്കോർഡഡ് ലെക്ചറിന്റെയും കൂടെ ഒരു ഹെൽപ്പ് ബുക്കും അല്ലെങ്കിൽ വാല്യൂ ആഡഡ് നോട്ട്സും കൊടുത്തിട്ടുണ്ടാവും. അതാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ക്ലാസ്സുകൾ കാണുക, അതിന്റെ കൂടെ SLM നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അത് പിന്നെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ട് സീരിയസ് ആയിട്ട് നോക്കിയാലും മതി, പക്ഷേ വാല്യൂ ആഡഡ് നോട്ട്സ് അതിന്റെ കൂടെ നിർബന്ധമായിട്ട് നോക്കുക. ഇനി മൂന്നാമത്തെ കുറച്ച് കാര്യങ്ങളാണ് Exapedia പാറ്റേൺസ് എന്ന് പറയുന്നത്. നമ്മൾ പ്രീവിയസ് ഇയർ എക്സാമിന്റെ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിന്റെ ആൻസർ ഗൈഡും ഒക്കെ നമ്മുടെ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്, അതും നിങ്ങൾ നോക്കണം. ഓക്കെ, ഇനി നമുക്കിനി എക്സാമിന്റെ ഒരു മുമ്പേ ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും നിങ്ങളിൽ അധികം, അല്ലെ? അപ്പൊ ആ സമയത്ത് നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ടൈം ടേബിൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാ ദിവസവും സൺഡേ ഒഴികെയുള്ള ദിവസങ്ങളിലൊക്കെ ലെസൺസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ദിവസവും നമുക്ക് വിചാരിച്ച പോലെ ഒരു 2-3 hours നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ എല്ലാ ആഴ്ചകളിലും ഒന്നും ഒരേപോലെ ആയിരിക്കില്ല, അല്ലെ? ചില വീക്കൊക്കെ നമ്മൾ വർക്ക് ലോഡ് കൂടുതലൊക്കെ ആയിരിക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ കട്ടാവാതെ അല്ലെങ്കിൽ മിസ്സായി പോവാതെ അറ്റ്ലീസ്റ്റ് ഒരു 1 hour എങ്കിലും ഒരു ലെക്ചറിന്റെ പകുതിയെങ്കിലും കാണുക എന്നുള്ള രീതിയിലായിരിക്കണം. അതിന്റെ കൂടെ ഹെൽപ്പ് ബുക്ക് സമ്മറി നിർബന്ധമായിട്ട് നോക്കി പോവുക. അതായത് നമ്മുടെ ഫ്ലോ ഒരിക്കലും കട്ടായി പോകാൻ പാടില്ല. ഓക്കെ, അത് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ അത് നിങ്ങളുടെ മെന്ററിനെ, അമീന മാമിനെ ഇൻഫോം ചെയ്യും വേണം, അപ്ഡേറ്റ് ചെയ്യും വേണം. ഇനി നമ്മൾ എക്സാം അടുത്ത് നിൽക്കുന്ന സമയമാണ്. എക്സാം അടുത്ത് നിൽക്കും, നമ്മൾ ഒരുപാടൊന്നും പഠിച്ചിട്ടില്ല, ടൈം ടേബിൾ അനുസരിച്ചൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളെ അത് കുറച്ചും കൂടെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് Exapedia, അതുപോലെ PYQA. PYQA എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. അതായത് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ടോപ്പിക്സ് ഏതൊക്കെയാണ്, അത് ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് PYQA. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സാധ്യതാ ക്വസ്റ്റ്യൻസും ഇനി കമ്മിങ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അത് നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. 2 എക്സാമിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യനും അല്ലെങ്കിൽ മോഡൽ എക്സാമും നിങ്ങൾക്ക് തരുന്നുണ്ടാവും. അത് നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യും. ഓക്കെ, ഇനി ഇതിന് പുറമെ നിങ്ങൾക്ക് ഹെൽപ്പ് ബുക്ക് ഉണ്ടാവും. അതായത് എക്സാമിന് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സാമിന്റെ ആൻസർ ഗൈഡ് ഒക്കെ തരുന്ന രീതിയിലുള്ള ഹെൽപ്പ് ബുക്ക് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള ചില കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ലൈക്ക് നമുക്കിപ്പോ എല്ലാ കോൺസെപ്റ്റും ഒന്നും ഒരേപോലെ ദഹിച്ചോളണമെന്നില്ല, അല്ലെ? ചിലതൊക്കെ നമുക്ക് അത്ര പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാത്ത കോൺസെപ്റ്റുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്
ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഹെൽപ്പ് ബുക്ക് എടുക്കുക. ഓക്കെ, ലേൺ വൈസിന്റെ ഹെൽപ്പ് ബുക്ക് എടുക്കുക. ഹെൽപ്പ് ബുക്ക് എടുക്കുന്നതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നോക്കിയ ആൾക്കാർക്കൊക്കെ അറിയുമായിരിക്കും അതിന്റെ ഷോർട്ട് നോട്ടുകളാണ് എല്ലാം കൊടുത്തിട്ടുള്ളത്. അതും കൊടുത്തിരിക്കുന്നത് നമ്മൾ പഴയ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പോലെ ടാബുലാർ ഫോമിലും ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലും ഏറ്റവും സിമ്പിൾ ആയിട്ട് പദസൂര്യനൊക്കെ ആഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പല കോൺസെപ്റ്റും കൊടുത്തിട്ടുണ്ടാവും. അത് എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും മെമ്മറൈസ് ചെയ്യാനും വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പൊ അത് നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ആ ടെക്സ്റ്റ് നോട്ട്സ് നോക്കി പോകുന്ന സമയത്ത് കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ടഫ് കോൺസെപ്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹെൽപ്പ് ബുക്കുകൾ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അതിന്റെ കൂടെ റെക്കോർഡഡ് ലെക്ചേഴ്സ് ഓരോന്നും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള നോട്ടും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാം. അതായത് നമ്മൾ ഓരോ നോട്ട്സും ഓരോ ക്ലാസ്സും കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലായ ഭാഷയിൽ നമുക്ക് മനസ്സിലായ രീതിയിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ എഴുതി വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് എക്സാം. അത് ഫൈനൽ എക്സാമിന്റെ സമയത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ സ്വന്തം ഓൺ നോട്ട്സ് ഇങ്ങനെ കാണുമ്പോൾ അത് ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്. ഓക്കെ, അത് നമ്മളെ കുറച്ചും കൂടെ പഠിക്കാനൊരു ഹെൽപ്ഫുൾ ആവുന്ന കാര്യമാണ്. ആ സമയത്ത് നിങ്ങൾ ഈ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്താൽ വളരെ ഹെൽപ്പ് ആയിരിക്കും. നിങ്ങൾക്ക് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ റെക്കോർഡ് ലെക്ചേഴ്സ് ഒക്കെ സ്ലോലി കണ്ടിട്ട് ഒന്ന് പോസ് ചെയ്തിട്ട് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങളുടെ സൗകര്യത്തിന് കൺവീനിയൻസ് അനുസരിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു കോർ സ്റ്റഡി സ്റ്റാൻഡ് ആണ് നമ്മുടെ റെക്കോർഡഡ് ലെക്ചേഴ്സ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞ റെക്കോർഡഡ് ലെക്ചേഴ്സ് ആണ് മെയിൻ ക്ലാസ്സുകൾ വരുന്നത്. അത് നമുക്ക് ഫസ്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ഒരു ടോപ്പിക് എടുത്ത് ആദ്യം തന്നെ നിങ്ങൾ കാണേണ്ടത് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. ഒരിക്കലും നേരെ പോയിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ നിൽക്കരുത്. ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ഒക്കെയാണ്, ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ആദ്യം നമ്മുടെ ക്ലാസ്സുകൾ പോയി കാണുക, അതിനുശേഷം മാത്രം ടെക്സ്റ്റ് ബുക്കുകളെ ഡിപ്പെൻഡ് ചെയ്യുക. ഇനി ഫൈനൽ നമ്മളൊരു റിവൈസ് ചെയ്യുന്ന സമയത്ത് യൂണിറ്റ് റിവൈസ് ഒക്കെ ചെയ്യുന്ന സമയത്തും ഇതേപോലെ തന്നെ റെക്കോർഡഡ് ലെക്ചേഴ്സ് ഒന്ന് കാണാം. അത് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളൊന്നും അല്ല, ഒരു 30 to 40 മിനിറ്റ്സ് ഒക്കെ അത്ര ലെങ്തേ ഉള്ളൂ. നമ്മൾ അതിൽ കൂടുതലൊന്നും ലെങ്തി ആയിട്ട് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഒരുപാട് നമുക്ക് ബോറടിപ്പിക്കുന്ന രീതിയിലൊന്നും അല്ല കേട്ടോ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കണ്ടുപോകാം. എന്തെങ്കിലുമൊക്കെ കീവേഡ്സ് ഒക്കെ കേൾക്കുന്ന സമയത്ത് ഓരോ കീവേഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ തിയറിയോ കോൺസെപ്റ്റോ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് അവിടെ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ അതിനനുസരിച്ചിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു വെക്കാം. ഓക്കെ, അപ്പൊ ഇതേപോലെ നമ്മളെ എല്ലാ ലെക്ചർ നോട്ട്സും അല്ലെങ്കിൽ പിന്നെ റെക്കോർഡ് ക്ലാസ്സുകളും കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിലോ ആ സമയത്താണ് നമ്മൾ മെന്റേഴ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ലേണർ സക്സസ് എക്സിക്യൂട്ടീവ്സിന്റെ ഹെൽപ്പ് തേടുന്നത്. അവരുടെ ഒരു യൂസ് എന്താണെന്ന് മനസ്സിലാവുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവരെ ചെയ്തിട്ട് നിങ്ങൾ ചോദിക്കാം. ഓക്കെ, അതേപോലെ തന്നെ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്തെങ്കിലും സെഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പറഞ്ഞു തരും. അതേപോലെ തന്നെ ലൈവ് സെഷൻസ് ഉണ്ടാകുമ്പോൾ അവർ പറഞ്ഞു തരും. അതൊക്കെ നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഹെൽപ്പ് ബുക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഹെൽപ്പ് ബുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാല്യൂ ആഡഡ് നോട്ട്സ് എന്ന് പറയുന്നത് എക്സാം അടുപ്പിച്ച് നിൽക്കുന്ന സമയത്തൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അത് നോക്കണം. മെയിൻ ആയിട്ട് എല്ലാ അതിലെ ഓരോ കീ ടേംസും അതിലെ ഷോർട്ട് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ അതിൽ കൊടുത്തിരിക്കുന്ന എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് നീട്ടി വാരി വലിച്ച് കൊടുത്തിരിക്കുന്നൊന്നുമില്ല. അപ്പം ചെറിയ സമയം കൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കോൺസെപ്റ്റുകളൊക്കെ കിട്ടുക എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മുടെ ഹെൽപ്പ് ബുക്ക് കൊണ്ട് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് നോട്ട്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ഇനി എക്സാം പീഡിയ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എക്സാം പീഡിയ നമുക്ക് എക്സാം അടുത്ത് നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ കൂടുതൽ നോക്കുള്ളൂ അല്ലെ. എന്നാലും പറയാണ് ആ സമയത്ത് കൂടുതൽ നോക്കുക. ഏകദേശം ഒരു ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അതിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഡെയിലി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഡെയിലി ഒരു 2 ആൻസറെങ്കിലും സ്റ്റാർ ചെയ്യുന്ന രീതിയിൽ 2 ആൻസറെങ്കിലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചിട്ടുണ്ടെന്നത് ഉറപ്പുവരുത്താം. ഓക്കെ, അപ്പൊ ഓരോ ആൻസേഴ്സും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനെ ടെക്സ്റ്റ് ഒന്നും നോക്കാതെ തന്നെ ആൻസർ ചെയ്യുന്ന സമയത്ത് അത് പിന്നീട് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അതിനെ നിങ്ങളായിട്ട് തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. എത്രത്തോളം ഞാൻ എഴുതിയിട്ടുണ്ട്. മോശമാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് എഴുതുക. ഇനി ഓക്കെ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഈ ഒരു രീതിയിൽ എക്സാം പീഡിയനെ നിങ്ങൾ യൂസ് ചെയ്യാം. അപ്പൊ ഇനി ആൻസർ ഗൈഡ് ബുക്ക് ആണ് മറ്റൊരു കോർ സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻസർ ഗൈഡ് ബുക്ക് നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ ക്വസ്റ്റ്യന്റെയും ആൻസർ, അസൈൻമെന്റിന്റെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് അതേപോലെ കോപ്പി ചെയ്യരുത്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ അങ്ങനെ കോപ്പി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അല്ലെ. ഇഷ്ടം പോലെ AI ടൂളുകളൊക്കെ അവൈലബിൾ ആണ്. അതിന് പുറമെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലും കൂടെ എഴുതുക എന്നുള്ളത് കൂടെ ഉറപ്പുവരുത്തുക. അസൈൻമെന്റ് എഴുതുമ്പോൾ എന്തൊക്കെയോ എഴുതി പിടിപ്പിച്ച് മാർക്ക് വാങ്ങുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു റിവൈസും കൂടിയാണ് അസൈൻമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നമ്മൾ എഴുതി പഠിക്കുന്ന ഒരു ഫീല് കിട്ടും നമുക്ക്. എക്സാം അടുപ്പിച്ച് വരുന്ന സമയത്ത് നമ്മളൊരു ടോപ്പിക് റിവൈസ് ചെയ്യുമ്പോൾ അസൈൻമെന്റ് എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മെമ്മറിയിൽ അതുണ്ടാവും. അപ്പൊ ആ ഒരു സീരിയസ്നെസ്സോട് കൂടെ തന്നെ നിങ്ങൾ അസൈൻമെന്റ് ഗൈഡ് ബുക്കിനെ നോക്കിക്കാണാം, അസൈൻമെന്റ് എഴുതുന്നതിനെയും നോക്കിക്കാണാം. ഓക്കെ, അസൈൻമെന്റ് ഗൈഡ് ബുക്ക് എവിടെയാന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ അല്ലെ? ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ മെന്ററെ കണക്ട് ചെയ്തിട്ട് ചോദിക്കാം കേട്ടോ. പിന്നെ PYQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. അതായത് കഴിഞ്ഞ ഒരു 10 വർഷങ്ങളിലൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തിട്ട് അതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഏറ്റവും കൂടുതൽ മാർക്ക് കൊണ്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, നമ്മൾ സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ലാന്ന് തോന്നുന്ന യൂണിറ്റുകളോ ബ്ലോക്കുകളോ ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഗ്രാഫിക്കൽ റെപ്രസെന്റേഷന്റെ സഹായത്തോടു കൂടെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ അൾട്ടിമേറ്റ്ലി അനലൈസ് ചെയ്യുന്ന ഒന്നാണ് PYQ എന്ന് പറയുന്നത്. ഓക്കെ, അത് എക്സാമിന്റെ അടുപ്പിച്ചുള്ള സമയങ്ങളിലായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ആ സമയത്ത് ഒരു ഫൈനൽ റിവിഷന്റെ സമയത്ത് നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി ലാസ്റ്റ് നിങ്ങൾക്ക് വരുന്ന ഏറ്റവും ഈ ഒരു കാര്യത്തിൽ അല്ലെ, നമ്മുടെ ലേൺ വൈസിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് മെന്റർ എന്ന് പറയുന്നത്. നിങ്ങളുടെ മെന്റർ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അമീന മാം ആണ്. അമീന മാമിനെ നിങ്ങൾ ഓരോ ലൈവ് സെഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ മെന്റർഷിപ്പിലുള്ളവർക്ക് മാത്രമാണ് നമ്മൾ ലൈവ് റിവിഷൻ സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾക്ക് ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾ ഒരു ബ്ലോക്ക് കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തൊട്ട് അല്ലെങ്കിൽ ഒരു 1-2 ദിവസങ്ങൾക്കകം ലൈവ് റിവിഷൻ സെഷൻസ് നമ്മൾ സൂമിൽ ഇതേപോലെ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. അതിൽ റിവിഷൻ സെഷൻസ് ആണ്, അതായത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കുക എന്നുള്ളതാണ് ലൈവ് സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവര് നിങ്ങൾക്ക് ലിങ്ക് ഒക്കെ അയച്ചു തരും, ടൈം ഒക്കെ നേരത്തെ ഇൻഫോം ചെയ്യും. അപ്പോൾ ഇതേപോലെ തന്നെ ഓറിയന്റേഷൻ നിങ്ങൾക്ക് നേരത്തെ ടൈമും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ നമ്മൾ ലൈവ് സെഷൻസിന്റെ മുന്നേ ടൈമും കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്യും. അതൊക്കെ അതിനനുസരിച്ച് നിങ്ങൾ ലൈവ് സെഷൻസിന് പ്രിപ്പയർ ആവുക. അതേപോലെ എക്സാം അടുപ്പിച്ച് എക്സാം സ്പെഷ്യൽ ലൈവ് സെഷൻസും നിങ്ങൾക്ക് തരുന്നുണ്ടാവും. ഓക്കെ, അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ആ സമയത്ത് ഇതൊക്കെ വെച്ചിട്ടായിരിക്കണം നിങ്ങൾ എക്സാമിന് കുറച്ചും കൂടെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ ബേസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ്, അതുപോലെ തന്നെ എക്സാം റിലേറ്റഡ് സപ്പോർട്ടും അസൈൻമെന്റ് റിലേറ്റഡ് സപ്പോർട്ടും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇനി ഇതിന്റെ പുറമെയാണ് നിങ്ങൾക്ക് എക്സാം മോഡൽ എക്സാം ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. അതും മെന്റർഷിപ്പിലുള്ള ആളുകൾക്കാണ് നമ്മൾ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എക്സാമിന്റെ ഒരു 2-3 ആഴ്ചയൊക്കെ മുന്നേ ആയിട്ട് മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യും. സൂമിൽ വീഡിയോ ഒക്കെ ഓൺ ചെയ്തിട്ട് സെയിം ടൈം ഒക്കെ വെച്ചിട്ട്, അതായത് 2 മണിക്കൂറിന്റെ എക്സാം ആണെങ്കിൽ 2 മണിക്കൂർ തന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. എക്സാം എഴുതുന്നു, എന്നിട്ട് നിങ്ങൾ അതിന്റെ ഫോട്ടോ എടുത്ത് മെന്റർക്ക് ഷെയർ ചെയ്യുന്നു. ഈ ഒരു രീതിയിലാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഫീച്ചറും നമ്മൾ ലേൺ വൈസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ലേൺ വൈസിന്റെ എക്സ്ക്ലൂസീവ് കൗൺസിലർ ആണ് ഹാപ്പിനെസ് അംബാസിഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, പേഴ്സണലി ആയിക്കോട്ടെ, നിങ്ങളുടെ അക്കാഡമിക് റിലേറ്റഡ് ആയിക്കോട്ടെ, ഇനി എക്സാം ഒക്കെ അടുപ്പിച്ച് വരുമ്പോൾ അധികം ആൾക്കാർക്കും വരുന്നതാണല്ലോ എക്സാം ആൻസൈറ്റിയും സ്ട്രെസ്സും ഒക്കെ. അതൊക്കെ നമ്മുടെ പഠനത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പഠനത്തിനെ നെഗറ്റീവായി ബാധിക്കുന്ന എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ പിന്നീട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻസും നമ്മൾ ഇവിടെ നിങ്ങൾക്ക് തരുന്നുണ്ട് ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ തന്നെ. അപ്പൊ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ മറ്റൊരു ഫീച്ചറാണ് EEP അഥവാ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. ഇതിന്റെ ക്ലാസ്സുകളും അതേപോലെ നിങ്ങൾ ചെയ്യേണ്ട വർക്കുകൾ, ടാസ്കുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോന്നായിട്ട്, ഒരുമിച്ചല്ല കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കണ്ട് നിങ്ങളുടെ ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റിനെ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ അതിന് പുറമെ നിങ്ങൾക്ക് എക്സ്ട്രാ കരിക്കുലർ ഇവന്റ്സ് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ കമ്മിങ് August 15 നമുക്ക് ഒരു ക്വിസ് പ്രോഗ്രാം ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ തന്നെ ഓണം റിലേറ്റഡ് ഓണം പ്രോഗ്രാം ഉണ്ട്. അതുപോലെ ക്രിസ്മസ് ഫംഗ്ഷൻ ഉണ്ടാവും. അങ്ങനെ നമുക്ക് എന്തൊക്കെ വുമൻസ് ഡേ ഫംഗ്ഷൻ ഉണ്ടാവും, റീഡിംഗ് ഡേയില്, അങ്ങനെ പല പല എക്സ്ട്രാ കരിക്കുലർ ഇവന്റ്സും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെങ്കിലും അല്ലെ, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിസ്സായി പോവാതെ അതിന്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ഇവന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാക്സിമം നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നമ്മളൊരു എന്താ പറയാ, ഡിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് പഠിക്കുകയാണ് എന്നുള്ളതിന്റെ ഫീലിനെ അകറ്റി നിർത്താൻ പറ്റുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, അതിന് കൂടെ തന്നെ നിങ്ങൾക്ക് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സും കരിയർ ഡെവലപ്മെന്റിനെ നിങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള പ്രോഗ്രാംസും ഒക്കെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. ജസ്റ്റ് ക്ലാസ്സുകളും അതേപോലെ നോട്ട്സും മാത്രമല്ല, അതിന് പുറമെയുള്ള കാര്യങ്ങളും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
ഓക്കെ, ഇനി നിങ്ങൾക്ക് ഫൈനലി ഇപ്പൊ ഇത് കഴിഞ്ഞാൽ ഞാനൊരു ടൈം ടേബിൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ ഇപ്പൊ ഇത്രയും അമീന മാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സിലബസ് ഒക്കെ പറഞ്ഞു തന്നു അല്ലെ. ഇത് കേട്ട സമയത്ത് അയ്യോ ഇതൊക്കെ എങ്ങനെയാണ് ഇത്രയും പഠിച്ചെടുക്കുക, ഈ ഒരു വർഷത്തിനുള്ളിൽ ഇത് എങ്ങനെ തീർക്കും, അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ ഒന്നും നിങ്ങൾക്ക് വേണ്ട. നമ്മൾ കൃത്യമായിട്ടൊരു ടൈം ടേബിൾ നിങ്ങൾക്ക് തരുന്നുണ്ട്, അത് ഫോളോ ചെയ്ത് പോയാൽ മതി. സെമസ്റ്റർ വൈസ് ആയിരിക്കും ഉണ്ടാവാം. എക്സാം സെമസ്റ്റർ അല്ല, എക്സാം ഇയർ വൈസ് ആണ്. പക്ഷേ ടൈം ടേബിൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ സെമസ്റ്റർ സിസ്റ്റം പോലെ തന്നിട്ടുണ്ട്. ആദ്യം പകുതി സബ്ജക്ട്, ആദ്യത്തെ സെമ്മിൽ പകുതി സബ്ജക്ട് മാത്രം ഫോക്കസ് ചെയ്യുക, രണ്ടാമത്തെ സെം വരുമ്പോൾ ബാക്കി പകുതി സബ്ജക്ട് ഫോക്കസ് ചെയ്യാം. ഒരു പേപ്പർ കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ അടുത്ത പേപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ഇതിന് ശേഷം, ഈ സെഷന് ശേഷം മാം ഷെയർ ചെയ്ത് തരുന്നുണ്ടാവും. അത് നോക്കിയിട്ട് മാത്രം നിങ്ങളുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്ത് പോകാം. ഓക്കെ, ഇനി ഇതിന് ശേഷം ഒരു ആക്ഷൻ ടാസ്ക് കൂടെ ഉണ്ട്, അത് മാം ഷെയർ ചെയ്ത് തരും. നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെ ചെയ്യേണ്ടത്. ഓരോ സെഷൻ കഴിയുമ്പോഴും നിങ്ങൾക്ക് ആക്ഷൻ ടാസ്ക് ഉണ്ട്, അത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്ത് കൊടുക്കുക കേട്ടോ, സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ എന്തൊക്കെയാണ് കഴിഞ്ഞതെന്ന് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മുടെ പ്രോഗ്രാം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതിൽ തന്നിട്ടുള്ള ഓരോ കോഴ്സസും എന്താണ്, അതിന്റെ അണ്ടറിൽ വരുന്ന ഓരോ ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ലേൺ ബൈസിൽ ഈ ഒരു സബ്ജക്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രോഗ്രാം റിലേറ്റ് ചെയ്തിട്ട് വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ട്, ഹെൽപ്പ് ബുക്ക് ഉണ്ട്, എക്സാം പീഡിയ ഉണ്ട്, അസൈൻമെന്റ് ഗൈഡ് ബുക്ക് ഉണ്ട്, പ്രീ വൈക്യു അഥവാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഉണ്ട്. അതിന് പുറമെ നിങ്ങൾക്ക് മറ്റുള്ള ഒരുപാട് ഫീച്ചേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി നമുക്കൊരു ടൈം ടേബിൾ അതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ മെന്റേഴ്സ് അല്ലെ, വീക്ക്ലി കോൾസും വീക്ക്ലി സ്ലോട്ട്സും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് തീരുമാനിച്ച് നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങളുടെ മെന്റർ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. ആൻഡ് ഫൈനലി ഒരു ആക്ഷൻ ടാസ്ക് കൂടെ ഉണ്ട്, അതും കൂടെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ ടൈം ടേബിൾ. ഡീറ്റെയിൽ ആയിട്ടുള്ള ടൈം ടേബിൾ ആണ്, നിങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് തരും, മാം ഷെയർ ചെയ്ത് തരുന്നുണ്ടാവും. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കുക. ഇപ്പൊ ഇന്ന് 14th ആണ്, ഓഗസ്റ്റ് 14th ആണ്. നാളെ മുതലാണ് നമ്മുടെ ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നാളെ ജസ്റ്റ് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ കാണാം. അപ്പൊ നമുക്ക് 15th ഡേറ്റ് കാണാം, ഡേ ഫ്രൈഡേ ആണ് അല്ലെ. 15th ഓഗസ്റ്റ് 2025 ലെസൺ നമ്പർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻട്രൊഡക്ഷൻ ആണ് നാളെ നിങ്ങൾ കാണേണ്ടത്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എക്കണോമിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്ന ഫസ്റ്റ് സബ്ജക്ട് നമ്മൾ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇൻട്രൊഡക്ഷൻ ആണ് നിങ്ങൾ ആദ്യം കാണേണ്ടത്. എന്നിട്ട് അതിന്റെ ലെസൺ 1 ആണ് നെക്സ്റ്റ് ഡേ സാറ്റർഡേ തൊട്ട് നമ്മൾ ലെസൺസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അപ്പൊ ലെസൺ 1 നാളെ ലെസൺ 1 കണ്ടു കഴിഞ്ഞാൽ സാറ്റർഡേയില് ലെസൺ 2 കാണുക, ലെസൺ 2 ആൻഡ് ലെസൺ 3 കണ്ടു തുടങ്ങുക. ഈ ഒരു രീതിയിൽ, അതായത് ഒരു ദിവസം നിങ്ങൾ 2 ലെസൺ വെച്ചിട്ടാണ് കാണുന്നത്. അതിന് ടൈമും നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾക്ക് വെറുതെ ഒന്ന് തന്നതാണ്. 10:30 ലെസൺ 1 കാണുക, രാത്രി ഒരു ഈവനിങ് 7:30 ലെസൺ 2 കാണുക, നെക്സ്റ്റ് ഡേ 10:30 ലെസൺ 3 കാണുന്നു, അതിന്റെ ഈവനിങ്ങിൽ ലെസൺ 4 കാണുന്നു. ഈ ഒരു രീതിയിലാണ് നമ്മൾ ടൈം ടേബിൾ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ടൈം നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. എല്ലാവരും ഇപ്പൊ 10:30 അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് സമയത്താണോ അവൈലബിലിറ്റി ഉള്ളത്, നിങ്ങൾ ഓക്കെ ആയിട്ടുള്ളത്, ആ സമയം നിങ്ങൾ ലെസൺസ് കാണാം. പക്ഷേ ഡെയിലി 2 ലെസൺസ് നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ടൈം ടേബിൾ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, ലെസൺ 4 കഴിഞ്ഞു. ലെസൺ 4 കഴിഞ്ഞ സമയത്ത് എൻഡ് ഓഫ് തീം എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റത്തെ ഒരു ബ്ലോക്ക് എൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു എൻഡ് ചെയ്യുന്നതിന്റെ നെക്സ്റ്റ് ഡേ അതിന്റെ റിവിഷൻ സെഷൻ ആയിരിക്കും. അതാണ് യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ളത്. ഈ വൈറ്റ് കളറിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ പ്രീ റെക്കോർഡ് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, നമ്മുടെ മെയിൻ ക്ലാസ്, ഇത് കാണേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് ഓഗസ്റ്റ് 15 നമ്മൾ റെക്കോർഡഡ് ക്ലാസ് ആദ്യത്തെ ലെസൺ കാണുന്നു, നെക്സ്റ്റ് ഡേ ലെസൺ 2, 3 കാണുന്നു, നെക്സ്റ്റ് ഡേ ലെസൺ 4 കാണുന്നു. എന്നിട്ട് അത് കംപ്ലീറ്റ് ആകുമ്പോൾ പിന്നത്തെ ദിവസം ട്യൂസ്ഡേയിൽ നമുക്ക് റിവിഷൻ സെഷൻ ആണ്, ലൈവ് റിവിഷൻ സെഷൻ ആണ് വരുന്നത്. ഈ ഒരു തീമിന്റെ ലൈവ് റിവിഷൻ സെഷൻ ഇവിടെ കിട്ടും. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ലെസൺ 5 തൊട്ടിട്ട് വെനസ്ഡേ തൊട്ട് ലെസൺ 5ഉം 6ഉം കാണുന്നു, 7ഉം 8ഉം കാണുന്നു. അത് ആ ഒരു ബ്ലോക്ക് കൂടെ കഴിയുമ്പോൾ അതിന്റെ ലൈവ് റിവിഷൻ സെഷൻ നെക്സ്റ്റ് ഡേ. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ടൈം ടേബിൾ മൂവ് ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെ പോയി നമുക്ക് ഒരു സബ്ജക്ട് കഴിഞ്ഞിട്ടാണ് അടുത്ത നമ്മുടെ സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഹിസ്റ്ററി ഓഫ് ഇക്കണോമി കഴിഞ്ഞാല് നമുക്ക് ഏകദേശം ഒരു ഒക്ടോബറിന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെയാണ് നമുക്ക് ഹിസ്റ്ററി ഓഫ് ഇക്കണോമി കഴിയുന്നത്. ആ സമയത്ത് നമ്മൾ അടുത്ത പേപ്പർ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പേപ്പർ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പേപ്പർ തുടങ്ങുള്ളൂ. ഇങ്ങനെ ഓരോ പേപ്പറും കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി പേപ്പേഴ്സ് എടുക്കുന്നുണ്ടാവും. ഇനി നമ്മൾ ഏകദേശം ഒരു നവംബർ പകുതിയോടുകൂടെ നമ്മുടെ ആദ്യം നമ്മൾ തീരുമാനിച്ചിട്ടുള്ള ഫസ്റ്റ് സെമസ്റ്റർ എൻഡ് ചെയ്യും. അതിനുശേഷം നവംബറിലെ പകുതി തൊട്ട് നമുക്ക് സ്റ്റഡി ലീവാണ്. ഓക്കെ, ഏകദേശം ഒരു
ഡിസംബർ ലാസ്റ്റ് വരെ, ജാനുവരി പകുതി വരെയൊക്കെ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ആയിരിക്കും. ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മിസ്സായി പോയിട്ടുള്ള ഏതെങ്കിലും ലൈവ് സെഷൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വീണ്ടും കാണുക. ഓക്കെ, മിസ്സായി പോയിട്ടുള്ള ക്ലാസ്സുകൾ കാണുക. അതേപോലെ തന്നെ അസൈൻമെന്റും നിങ്ങൾ ചെയ്യുക. അസൈൻമെന്റും ഈ സമയത്ത് നമ്മൾ ഓൾറെഡി ആദ്യത്തെ സെമസ്റ്ററിലെ അസൈൻമെന്റ്സ് ഓരോന്നും ചെയ്ത് തുടങ്ങണം. ഇനി കംപ്ലീറ്റ് ആവാത്ത ഏതെങ്കിലും അസൈൻമെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏകദേശം 2 മാസത്തോളം ടൈം ഉണ്ടാവും. സ്റ്റഡി ടൈം എന്ന് പറഞ്ഞിട്ട്, സ്റ്റഡി ലീവ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഈ സമയം നിങ്ങൾ മാക്സിമം അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മെന്റേഴ്സ് ഉണ്ടാവും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാൻ. ഈ സമയത്ത് ലൈവ് റിവിഷൻ സെഷൻസ് കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഫോക്കസ് അസൈൻമെന്റിലായിരിക്കണം, റിവിഷനിലായിരിക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ ജാനുവരി പകുതിയോടുകൂടെ ആദ്യത്തെ സെമസ്റ്റർ കഴിയും. നെക്സ്റ്റ് സെമസ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുന്നത് ജാനുവരി പകുതിക്കോ അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലോ ആയിരിക്കും. ഓക്കെ, ഇത് സെയിം രീതിയിൽ സെയിം പാറ്റേണിൽ നെക്സ്റ്റ് ടൈം ടേബിൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഇതേപോലെ പോകുന്നു. ഏകദേശം ഏപ്രിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ക്ലാസ്സുകളൊക്കെ തീരുന്നു. മെയ് മാസം ആകുമ്പോൾ ഫുൾ എക്സാം റിവിഷൻ ആണ്. എക്സാം മോഡൽ എക്സാംസും PYQ അനാലിസിസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് എക്സാം ഫോക്കസ്ഡ് ആയിരിക്കും മെയ് മന്ത് എന്ന് പറയുന്നത്. ജൂണിൽ നിങ്ങൾക്ക് എക്സാം വരുന്നു. ജൂലൈയിൽ ഇതേപോലെ ഒരു ചെറിയൊരു വെക്കേഷൻ, ചെറിയൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഓഗസ്റ്റിൽ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നു. ഇതായിരിക്കും നമ്മുടെ ഒരു ടൈം ടേബിൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് ആക്ഷൻ ടാസ്കിന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്ന സിലബസ് ഡീകോഡിങ്ങിന്റെ ആക്ഷൻ ടാസ്കിന് തരുന്ന ലിങ്കിൽ ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യത്തെ ഫുൾ നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഫുൾ നെയിം എന്താണോ അത് ഇവിടെ എഴുതാം. ഓക്കെ, എൻറോൾഡ് ഇഗ്നു പ്രോഗ്രാം. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിന്റെ പേരെന്താ? MA ഹിസ്റ്ററി ആണ് നമ്മുടെ പ്രോഗ്രാമിന്റെ പേര്. അപ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോൾ MA ഹിസ്റ്ററി എന്ന് കാണാൻ പറ്റും. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ MA ഹിസ്റ്ററി എന്ന് വരും. അപ്പൊ എൻറോൾഡ് ഇഗ്നു പ്രോഗ്രാം അവിടെ കൊടുക്കുക. അതുപോലെ അസൈൻഡ് മെന്റർ ഓർ LSC നെയിം, അതായത് നിങ്ങൾക്ക് അസൈൻ ചെയ്ത് തന്നിട്ടുള്ള മെന്ററിന്റെയോ LSCയുടെയോ നെയിം ഇവിടെ എഴുതാം. ഓക്കെ, ഇനി റാങ്ക് ഓൾ യുവർ ഫസ്റ്റ് ഇയർ കോഴ്സസ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് ഇയറിലെ കോഴ്സസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതില് കേട്ടപ്പോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സബ്ജക്ട് ഉണ്ടായിരിക്കും. ലീസ്റ്റ് ഇൻട്രസ്റ്റഡ് ആയിട്ട്, അതായത് ഈ സബ്ജക്ട് എനിക്ക് കുറച്ച് ഇപ്പൊ എക്കണോമിക്കൽ ഇന്ത്യ ഒക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് അതൊരു കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. ചില ആൾക്കാർക്ക് മിഡീവൽ ഇന്ത്യ ആയിരിക്കും, ചില ആൾക്ക് മോഡേൺ ഇന്ത്യയിലേക്ക് വരുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്ന് റാങ്കിങ് ചെയ്യാം. സ്വയം ഒരു ഇതുണ്ടാവുമല്ലോ. ഇപ്പൊ ഇത്രയും കേട്ടത് വെച്ചിട്ട് നമുക്കറിയാം, പഠിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ച് അറിയാൻ പറ്റുക. നമുക്ക് ഓൾറെഡി അറിയാം. എങ്കിലും സിലബസ് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ ഈ പറഞ്ഞു പോയ 7 സബ്ജക്റ്റുകളെയും 6 സബ്ജക്റ്റുകളെയും ഒന്ന് റാങ്കിങ് ചെയ്യാം. ഓക്കെ, 1 മുതൽ 6 വരെ. ഒന്നാമത്തത് ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്ട്, 6ാമത്തത് ഏറ്റവും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള സബ്ജക്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ റാങ്കിങ് കൊടുക്കുക. ഓക്കെ, യുവർ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് കോഴ്സ് എന്താണ്? അപ്പൊ നമ്മൾ ഒന്നാമതായിട്ട് റാങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കില്ല ഒരു കോഴ്സിനെ. ഇത് എനിക്ക് ഇഷ്ടമായി, ഇത് കൊള്ളാമെന്ന് തോന്നിയിട്ട് ഒരു കോഴ്സിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ് ആ കോഴ്സ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത് എന്നുള്ളതാണ് യുവർ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് കോഴ്സിന്റെ റീസണിൽ എഴുതേണ്ടത്. ഓക്കെ, യുവർ ലീസ്റ്റ് ഇൻട്രസ്റ്റിംഗ് കോഴ്സിന്റെ റീസണിൽ എഴുതേണ്ടത് 6ാമതായിട്ട്, അതായത് 1, 2, 3, 4, 5, 6 ലാസ്റ്റിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ടല്ലോ ഒരു സബ്ജക്റ്റിനെ. അപ്പൊ അത് നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അത് അങ്ങനെ 6ാമത്തേൽ ഇട്ടിരിക്കുന്നത്. അപ്പൊ അതെന്താണ് എന്നുള്ളതാണ് യുവർ ലീസ്റ്റ് ഇൻട്രസ്റ്റിംഗ് കോഴ്സിന്റെ റീസണിൽ എഴുതുന്നത്. എന്തുകൊണ്ടാണ് അത് 6ാമതായി മാറിയത്? ഇനി യുവർ ലേണിംഗ് ഇന്റൻഷൻ ആണ്. ഓക്കെ, നമ്മള് എന്തുകൊണ്ടാണ് ഈ ഒരു കോഴ്സ് എടുത്തത് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ അതിൽ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേത് കൊടുത്തിരിക്കുന്നത് ഐ ജസ്റ്റ് വാണ്ട് ടു കംപ്ലീറ്റ് മൈ ഡിഗ്രി ഓർ PG ബൈ കവറിംഗ് ഓൾ കോഴ്സസ്. കോഴ്സസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്കൊരു ഡിഗ്രി വേണം അല്ലെങ്കിൽ ഒരു PG വേണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഇത് നമ്മൾ ടിക്ക് കൊടുക്കുക. അതല്ല, ഐ വാണ്ട് ടു ഫിനിഷ് വിത്ത് ദ ബെസ്റ്റ് മാർക്സ് ഐ ക്യാൻ ടു സ്ട്രെങ്തൻ മൈ നോളജ് ആൻഡ് പ്രൊഫൈൽ. എന്റെ അറിവിനെയും എന്റെ പ്രൊഫൈലിനെയും ഒക്കെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ചും അത് മാർക്ക് വാങ്ങുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ കോഴ്സ് സെലക്ട് ചെയ്തത് എന്നാണെങ്കിൽ 2ാമത്തേൽ ടിക്ക് കൊടുക്കുക. 3ാമത്തേല് ബിയോണ്ട് മാർക്സ് ഐ വാണ്ട് ടു ലേൺ ഡീപ്ലി ഇൻ ദ കോഴ്സസ് ഐ ഫൈൻഡ് ഇൻട്രസ്റ്റിംഗ് ടു ബിൽഡ് നോളജ് ആൻഡ് സെൽഫ് എസ്റ്റീം. മാർക്കിനൊക്കെ അപ്പുറത്ത് എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് ഈ കോഴ്സിനോട് ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. അതുപോലെ ഈ ഒരു കോഴ്സിൽ എനിക്ക് അത്രയും നോളജിന്റെ ആവശ്യമുണ്ട്, അറിവ് വർദ്ധിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അത് എനിക്ക് സഹായകരമാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ഈ ഒരു കോഴ്സ് എടുക്കാനുള്ള കാരണമെങ്കിൽ 3ാമത്തതിൽ ടിക്ക് കൊടുക്കുക. 4ാമത്തതില്
ഐ വാണ്ട് ടു സിൻസിയർലി ലേൺ ആൻഡ് സ്കോർ ആസ് ഗുഡ് മാർക്ക് ആസ് എ പോസിബിൾ ഫോർ മീ. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്ര മാർക്കാണോ എനിക്ക് വാങ്ങാൻ കഴിയുന്നത് അത്രയും മാർക്ക് ഞാൻ ഇതിൽ വാങ്ങും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോഴ്സ് എടുത്തത് എന്നുള്ളതാണെങ്കിൽ 4-ാമത്തേൽ ടിക്ക് കൊടുക്കാം. 5-ാമത്തേൽ വരുന്നത് ഐ വാണ്ട് ടു പാസ് കംഫർട്ടബിളി വിത്തൗട്ട് സ്ട്രെസ്. എനിക്ക് അധികം സ്ട്രെസ് ഒന്നും ഇല്ലാത്ത ഒരു സബ്ജക്റ്റ് ആയിട്ട് ഇത് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ സബ്ജക്ട് ചൂസ് ചെയ്തത് എന്നുള്ളതാണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി അടുത്തത് വരുന്നത് ഐ വാണ്ട് ടു റാങ്ക് ഡിസ്റ്റിങ്ഷൻ ഫസ്റ്റ് ക്ലാസ് ഇഫ് പോസിബിൾ. എനിക്ക് പോസിബിൾ ആണെങ്കിൽ എനിക്ക് ഈ ഒരു സബ്ജക്റ്റിൽ ഒരു റാങ്ക് വാങ്ങണം, ഒരു ഡിസ്റ്റിങ്ഷൻ വേണം, ഒരു ഫസ്റ്റ് ക്ലാസ് വേണം എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഫൈനലി വരുന്നത് ഐ എം പ്രിപ്പയറിംഗ് ഫോർ എൻട്രൻസസ് ഹയർ സ്റ്റഡീസ് ആൻഡ് വിൽ അലൈൻ മൈ സ്റ്റഡി വിത്ത് ദാറ്റ്. ഓക്കെ, ഞാൻ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹയർ സ്റ്റഡീസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, എന്റെ സ്റ്റഡീസിനൊപ്പം കൊണ്ടുപോകാൻ പറ്റിയ ഒരു കോഴ്സാണ് ഇത് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റത്തേൽ ക്ലിക്ക് ചെയ്യാം. ഇനി മേൽപ്പറഞ്ഞ ഒരു കാരണവുമല്ല നിങ്ങളുടെ ഇന്റൻഷൻ ആയിട്ട് വരുന്നതെങ്കിൽ അതേഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് വരുമ്പോൾ അതേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കാരണം എന്ന് എഴുതാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഇവിടെ കാണാൻ സാധിക്കും. ഇനി വീക്ക്ലി സ്റ്റഡി സ്ലോട്ട് ഐ വിൽ ഫോളോ, അതായത് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. വീക്ക് ഡേ മോർണിംഗ്, ഒരു എല്ലാ ദിവസങ്ങളിലും രാവിലെ ഒരു 30 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെ ആണെങ്കിൽ അങ്ങനെ. വീക്ക് ഡേ ഈവനിങ്ങിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ പഠിക്കാതിരിക്കുന്നതിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. സാറ്റർഡേ ഒരു ശനിയാഴ്ചകളിൽ മാത്രം ഒരു 2 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കുന്ന ആളാണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. സൺഡേ ആണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. ഷോർട്ട് ഡെയിലി സ്ലോട്ട് ഒരു 30 മിനിറ്റ് വെച്ചിട്ട് ഡെയിലി പഠിക്കുന്ന ഒരാളാണെങ്കിൽ ലാസ്റ്റത്തിൽ ക്ലിക്ക് ചെയ്യുക. അതേഴ്സ് ആണ്. ഇനി അതല്ല, ഞാൻ ഒരു 5 മിനിറ്റ്സ് ഒക്കെ വെച്ചിട്ട് എനിക്ക് പറ്റുന്ന പോലെയൊക്കെയാണ്, ജോലിയുള്ള ആൾക്കാരൊക്കെയാണ് അങ്ങനെയാണ് പോകുന്നതെങ്കിൽ അതേഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് പറയാം, എനിക്ക് ജോലിയുണ്ട് അല്ലെങ്കിൽ എന്താ ഒരു PhD സ്കോളറാണ്, അപ്പൊ എനിക്ക് അത്രയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ ഇത് എന്ത് ചെയ്യാം, ഫില്ല് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ സെഷൻ 4 ആണ് നമ്മളുടെ വരുന്നത്. അപ്പൊ ഇത്രയും സെഷൻസ് നമുക്ക് കിട്ടിയില്ലേ. അപ്പൊ ഇഗ്നുവിൽ ജോയിൻ ചെയ്യില്ല, അതായത് ലേൺബേസിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ, ഇഗ്നുവിൽ ഡിസ്റ്റന്റ് ആയിട്ട് ഇത് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും ഇതിനെ കുറിച്ചിട്ട്. ഇപ്പൊ നിങ്ങളുടെ ആ കോൺഫിഡൻസ് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഒന്നിൽ കൊണ്ട്, അതായത് എനിക്ക് നല്ല കോൺഫിഡന്റ് ആണെന്ന് പറഞ്ഞ് ഒന്നിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യരുത്. ഒന്നെന്ന് ഉദ്ദേശിക്കുന്നത് ലോ ആണ്. ഏറ്റവും കുറവ് കോൺഫിഡൻസിലാണ് ഇപ്പൊ നിൽക്കുന്നതെങ്കിലാണ് 1 ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ഇനി ഒരു 2, 3, 4 ഒക്കെ ആണെങ്കിൽ ഒരു ആവറേജ് ലെവലിലേക്ക് വരുമ്പോൾ 5 ആണ് ഏറ്റവും ഹൈ ആയിട്ടുള്ള കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ റാങ്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ ലാസ്റ്റ് പോർഷനിൽ എടുക്കണം. ഓക്കെ, അപ്പോ ഇനി എല്ലാ സെഷനിലും ഇതുപോലെ ഒരു പാർട്ടിസിപ്പേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും ഇതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം.